ഓരോ സ്ത്രീയും ഓരോ പെണ്ണും അവളിരിക്കുന്ന അവളുടെ ഇടമായ ആ കുടുംബത്തിൻ്റെ ആ വീടിൻ്റെ വിളക്കാണ്. പരിശുദ്ധ ഇസ്ലാം മതം പറയുന്നത് അൽ മർഅതു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹ എന്നാണ്. ഒരു പെണ്ണ്, ഞാനും നിങ്ങളൊക്കെ നമ്മളുടെ വീടിൻ്റെ, നമ്മളുടെ കുടുംബത്തിൻ്റെ റാണികളാണ് എന്നാണ്, റാണിയാക്കിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മയൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. വീണ്ടും വീണ്ടും അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, നല്ല നാളെയെ വാർത്തെടുക്കുവാൻ, നല്ലൊരു സമൂഹത്തെ നെയ്തെടുക്കുവാൻ ഞാനും നിങ്ങളും എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഈ റാണിയാക്കി വാഴ്ത്തപ്പെട്ട നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം ചെയ്യാതിരിക്കേണ്ടതുണ്ട് എന്ന മനസ്സിലാക്കലുകളാണ് ഇത്തരം കൂടിച്ചേരലുകളിൽ, ഇത്തരം കൂടിക്കാഴ്ചകളിൽ പരസ്പരം പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കാറുള്ളത്. അത്തരത്തിലുള്ള കുറച്ച് അനുഭവങ്ങൾ, നമുക്ക് സമയം വളരെ പരിമിതമാണ്, കുറച്ച് നേരമേ ആ സമയത്തിനുള്ളിൽ ഒരുപാടേറെ കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടെ ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ നിന്നും പിരിഞ്ഞ് അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അങ്കണത്തിൽ തന്നെ ഉപേക്ഷിച്ച് മടങ്ങാതെ നമ്മോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചുകൊണ്ട്, അത് ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ വായിച്ച ഒരു കഥയാണ് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. മുല്ല നസറുദ്ദീൻ ഹോജയുടെ ഒരു കഥയാണ്. രസമായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുൻപിൽ പറയുന്നത്. രസമാണ് എന്നതിനപ്പുറത്തേക്ക് വളരെ അർത്ഥസമ്പുഷ്ടമാണെന്ന് കൂടി തോന്നി, അതുകൊണ്ട് ഇവിടെ പറയാണ്. ഒരിക്കൽ ഹോജയുടെ മകൻ സ്കൂള് വിട്ട് വരികയായിരുന്നു പോലും. സ്കൂള് വിട്ട് വന്നപ്പോൾ ഉപ്പയുടെ അരികിലെത്തി ഉടനെ തന്നെ ബാഗിൽ നിന്നും അവൻ്റെ ആൻസർ ഷീറ്റ് എടുത്തിട്ട്, പരീക്ഷാ പേപ്പർ എടുത്തിട്ട് ഉപ്പാക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പരീക്ഷാ പേപ്പറിൽ അവൻ തോറ്റുപോയിട്ടുണ്ട്. മുല്ല നസറുദ്ദീൻ ഹോജ എന്ത് ചെയ്തു? കൈ വീശി അവനെ ഒരൊറ്റ അടി കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രേ. പക്ഷേ വാപ്പ മുല്ല നസറുദ്ദീൻ ഹോജ കൈ വീശിയിട്ട് മകനിട്ടൊരൊറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു ഇത്രേ, എത്രയൊക്കെ നല്ലതായി ജീവിച്ചാലും, എങ്ങനെയെല്ലാം ഒക്കെ ശ്രദ്ധിച്ചാലും അടി കിട്ടുന്ന ഒരു ലോകത്താണ് നീ ജീവിക്കുന്നത്. ഈ അടി അത് നിന്നെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. കഥ അവിടെ അവസാനിക്കാം. ഈ കഥ വായിച്ച സമയത്ത് ഞാൻ ഓർത്ത് ഒന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ശരിയാണല്ലേ? എത്രയൊക്കെ നമ്മൾ കരുതിയാലും, എത്രയൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അപകടങ്ങൾ, ചതിക്കുഴികൾ നമ്മെ ഇങ്ങനെ മാടി വിളിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് എത്ര സാധിക്കുമോ അത്രയേറെ എൻ്റെ ജീവിതത്തെ മനോഹരമാക്കുവാൻ, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ 7 വർഷത്തെ ഞാൻ എൻ്റെ മെഡിക്കൽ പഠനമൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇട്ട്, അല്ലെങ്കിൽ എൻ്റെ ദൗത്യം തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷക്കാലമായി. ഈ 7 വർഷത്തിൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. ഞാനും നിങ്ങളൊക്കെ പലതുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എല്ലാവരും ഉണ്ടോ? ഒന്നാന്ന് പറയോ? ഉണ്ടെങ്കിൽ ഉണ്ട്. കുറേ ആളുകൾ എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ എന്നറിയില്ലല്ലോ. പുറേ പോയിട്ടില്ലല്ലോ ആരും. അപ്പോൾ കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലേ പഠിച്ചോനെ? ഉണ്ടോ? പലതരത്തിൽ പല വിധങ്ങൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ചിലർ ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, ചില ആളുകൾ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, പേരും പ്രശസ്തിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടേറെ കാര്യങ്ങൾ കൊണ്ട് പടച്ചോന്, ദൈവം, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങളൊക്കെ പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം അതേ അർത്ഥത്തിലും ആഴത്തിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ
നമുക്കതിനെയൊക്കെ ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ അല്ലാഹ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളുണ്ടല്ലോ, പഠിച്ചോനെ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ അനുഗ്രഹങ്ങളുടെ കൂടെ നമുക്ക് ഉണ്ടാവേണ്ട മറ്റൊന്നുണ്ട്. അതാണ് സ്വസ്ഥതയും സമാധാനവും. നമ്മളെ വീട്ടിലുള്ള, നമ്മളെ കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും. ഇങ്ങനെ എപ്പോഴും ഞാൻ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? പലപ്പോഴും എൻ്റെ ക്ലിനിക്കിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് പരിഹാരം തേടി വരുന്ന മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്. ഈ പറഞ്ഞ രൂപത്തിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ വരാറുണ്ട്. പേരും പ്രശസ്തിയുള്ള ആളുകൾ, സ്ഥാനമാനങ്ങളുള്ള ആളുകൾ, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ, നല്ല ആരോഗ്യമുള്ള മനുഷ്യർ, ഒരുപാട് സമയം പഠിച്ചവനോട് ഇബാദത്ത് ചെയ്ത് നന്മകൾ ചെയ്ത് ജീവിക്കാൻ ഏറെ സമയം നൽകി അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ. ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ആളുകളും വരും. എന്തിന്? പ്രശ്നവും പ്രയാസവും പരിഭവമൊക്കെ ആയിട്ട്. അപ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്ന ഒന്നാണ്, എന്തുണ്ടായിട്ടും കാര്യമില്ല കേട്ടാ, ഫാമിലി ഈസ് ഫസ്റ്റ്. എന്തുണ്ടായിട്ടും കാര്യമില്ല, ഫാമിലി ഈസ് ഫസ്റ്റ്. കുടുംബമാണ് ആദ്യം, എൻ്റെ കുടുംബമാണ് ആദ്യം. ആ കുടുംബത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് വരെ കൂടുമ്പോൾ ഇമ്പം പകരുന്ന ആ ഇടം ഉണ്ടല്ലോ, അതിൻ്റെ ഇമ്പം, ആ മസ്കൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. നമ്മളൊക്കെ വീട് നമുക്ക് വാങ്ങാൻ കിട്ടും, പക്ഷെ ഭവനം വാങ്ങാൻ കിട്ടൂല. ഈ ഭവനത്തിന് നൽകുന്ന പേരാണ് മസ്കൻ. മസ്കൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ, ലോകത്തിൽ തന്നെ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് മസ്കനിൻ്റെ അർത്ഥം. ഈ മസ്കൻ എന്ന പേര് വെച്ചിട്ട് പടച്ചോന് നമ്മളൊക്കെ വീടിനെ വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ഉള്ളിൽ, ആ വീടിൻ്റെ ഉള്ളിൽ, ആ പൊരേൻ്റെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ കുപ്പത്തൊട്ടേക്ക് വലിച്ചെറിയാനേ പറ്റുള്ളൂ. ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല. എങ്ങനെയാണ് അവിടെ സ്വസ്ഥത ഉണ്ടാക്കുക? എങ്ങനെയാണ് അവിടെ സമാധാനം ഉണ്ടാക്കുക? എന്താ അതിന് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും മനസ്സിലാലോചിക്കുന്ന കാര്യമാണ്. ഈ സ്വസ്ഥതയും സമാധാനം ഉണ്ടാക്കാൻ, ഈ സ്വസ്ഥതയും സമാധാനം നിലനിർത്താൻ, ഈ സന്തോഷവും ആഹ്ലാദമൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ എന്തെല്ലാം ചെയ്യാതിരിക്കണം? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും തോന്നാറുള്ള കാര്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ബാധ്യതകൾ. പരിശുദ്ധ ഖുർആനിൽ പറയണത് നാളെ നീ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. നാളെ നിന്നോട് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് ചോദ്യം ചെയ്യുക? നിനക്ക് ബാധ്യതകൾ നൽകിയിട്ടുണ്ട്, നിനക്ക് ബാധ്യതകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ബാധ്യതകളെക്കുറിച്ച് നിന്നോട് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളിൽ ആണുങ്ങൾക്ക്, നിങ്ങളിൽ പുരുഷന്മാർക്ക് ബാധ്യതയാക്കി നൽകിയിട്ടുള്ളത് അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യാസന്താനങ്ങൾ. മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളും ഒരു പുരുഷന്, ഒരാണിന് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ബാധ്യതയാക്കി നൽകിയിട്ടുണ്ട് എങ്കിൽ സ്ത്രീക്ക് കൊടുത്തിട്ടുള്ളത് അവൾ അവളുടെ കുടുംബത്തിൻ്റെ റാണിയാണ് എന്നാണ്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ? ആ കുടുംബത്തിൻ്റെ റാണിയാണ് അവൾ എന്ന് പറയുമ്പോൾ ഉമ്മ, വാപ്പ, മക്കള്, പെങ്ങന്മാര്, അനിയന്മാര്, ആങ്ങളമാരെന്ന് ഇട്ട് വ്യത്യസ്തമായിട്ടും തരംതിരിച്ച് കൊടുക്കേണ്ട കാര്യമല്ല. ആ കുടുംബത്തിൻ്റെ, ആ വീടിൻ്റെ റാണിയാണ് അവൾ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്നിൽ അർപ്പിതമായ ബാധ്യതകളെ യഥാവിധം ഞാൻ പൂർത്തിയാക്കുമ്പോൾ, ആ ബാധ്യതകളെ ഞാൻ ഏറ്റവും മനോഹരമാക്കുമ്പോൾ എൻ്റെ ഇടം അത് മസ്കനാക്കി തീർക്കാൻ എനിക്ക് പറ്റും. ഞാൻ മകളായി ജനിച്ചവളാണ്. എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മകളായി ജനിച്ച എനിക്ക് എൻ്റെ ബാധ്യത എന്താണ്? ഏറ്റവും മികച്ച മകളാവുക എന്നതാ. നാളെ പഠിച്ചവൻ എന്നോട് ചോദിക്കും, നീ നല്ല മകളായിരുന്നോ? ഈ നല്ല മോളായിരുന്നോ? എൻ്റെ ഉമ്മയും ഉപ്പ നീ കാരണം കരഞ്ഞിട്ടുണ്ടോ? എൻ്റെ മാതാപിതാക്കളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? അവർ പ്രയാസപ്പെട്ടിട്ടുണ്ടോ? അവർ നീ ഉണ്ടായിപ്പോയല്ലോ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗദ്ഗതം പറഞ്ഞിട്ടുണ്ടോ? നീ കാരണം അവർ പ്രതിസന്ധിയിലായിട്ടുണ്ടോ? പഠിച്ചും ചോദിക്കുമ്പോൾ ഇല്ല റബ്ബേ എന്ന് പറയാൻ പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നല്ല മകളാവണ്ടേ, ഏറ്റവും മികച്ച മകളാവണ്ടേ ഞാൻ. അതുകൊണ്ട് മകനായി ജനിച്ച നമ്മൾ ഓരോരുത്തരും നല്ല മകനാവുവാനും നല്ല മകളാകുവാനും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ബാധ്യത. കൂടെ പെങ്ങളായി ജനിച്ച ഞാൻ, ആങ്ങളയായി ജനിച്ചവർ ഏറ്റവും നല്ല ആങ്ങളമാരാകുവാനും
ഏറ്റവും മികച്ച പെങ്ങളാകുവാനും ശ്രമിക്കുമ്പോൾ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഒരു തെങ്ങ് ഏറെ പോയതിൽ, ഒരു സെൻറ്റ് ഏറെ കൊടുത്തതിൽ, അല്ലെങ്കിൽ 2 സെൻറ്റ് ഏറെ കൊടുത്തതിൽ പ്രശ്നവും പരിഭവവും കലഹങ്ങളും ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിൽ അർപ്പിതമായ ഓരോ ബാധ്യതകളെയും ഏറ്റവും മനോഹരമായി നിറവേറ്റേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ കണ്ടത്. എന്തിനിതൊക്കെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ കഷ്ടപ്പാടുള്ള കാര്യമാണല്ലേ? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ വീട്ടിലുള്ള ഇണയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ പെരുമാറ്റങ്ങളെക്കുറിച്ച് ഇത്രയേറെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുക, നിങ്ങൾ പുഞ്ചിരിക്കുക. ഒരു പുഞ്ചിരി പോലും സ്വതക്കയാക്കി മാറ്റിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. എല്ലാ സ്വഹാബിമാരും അവരുടെ കൈകളിലുള്ള ധനങ്ങളെല്ലാം ഇങ്ങനെ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, സ്വതക്ക നൽകിക്കൊണ്ടിരിക്കുക. ഒരാൾ വന്നിട്ട് പ്രവാചകരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഹബീബേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് സ്വതക്ക നൽകുവാൻ, എനിക്ക് ദാനധർമ്മം ചെയ്യുവാൻ ഒന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉത്തര മറുപടി, നീ നൽകുന്ന പുഞ്ചിരി, നിന്റെ മുൻപിൽ വരുന്ന ഒരാൾക്ക് നൽകുന്ന പുഞ്ചിരി മതി, നീ പറയുന്ന നല്ല വാക്കുകൾ മതി പ്രിയപ്പെട്ടവനെ, അതും ഒരു സ്വതക്കയാണ് എന്ന്. ചിരിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഈ പറയണതൊക്കെ എന്താ പ്രിയപ്പെട്ടവരെ? മനുഷ്യന്മാർ തമ്മിലുള്ള അടുപ്പം നമ്മളിങ്ങനെ കൂടി കലർന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു വേദിയിൽ ഇവിടെ കൊള്ളാവുന്നതിൽ അപ്പുറത്തേക്ക് ആളുകൾ ചേർന്നിരിക്കുക. നമ്മളെല്ലാവരും ശരീരം കൊണ്ട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ പരസ്പരം, മനസ്സുകൾ പരസ്പരം അടുപ്പമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ വീട്ടിലെ ബന്ധങ്ങൾ പരസ്പരം അടുപ്പമുണ്ടോ, അതോ വിള്ളലുകളിലൂടെ കടന്നു പോകുന്ന ബന്ധങ്ങളാണോ? ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നൊരു മോന്, ഈ മോനെ ആണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും, ഉമ്മാൻ്റെ അടുത്തുനിന്നും ഉപ്പാൻ്റെ അടുത്തുനിന്നും ഒരുപാട് പൈസ വാങ്ങുന്നുണ്ട്. കണക്കിൽ കൂടുതൽ പൈസ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതാണ് കാരണം. പലപ്പോഴായിട്ട് വീട്ടിൽ പൈസ മോഷണം പോകുന്നുണ്ടോ എന്നൊക്കെ ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അരികിൽ വന്നു, ചോദ്യം ചെയ്ത സമയത്ത് മനസ്സിലായത് ഈ കുട്ടി പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ. ഉമ്മയും ഉപ്പയും എപ്പോഴും വീട്ടിൽ വഴക്ക് കൂടും. ഇവർ തമ്മിൽ എപ്പോഴും അസ്വാരസ്യങ്ങളാണ്. ഈ സമയത്ത് +1 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന 3 കുട്ടികളാണ്. ഇവരും ഉണ്ടാവും നടുവിൽ. ഉമ്മയുപ്പയും വേഗം എന്ത് ചെയ്യും? ഉമ്മ വേഗം മൂത്ത മകൻ്റെ അടുത്തേക്ക് ചെല്ലും. ഒരു കാലഘട്ടമാണ്. നമ്മളൊക്കെ നമ്മളെ മക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഔട്ട്ഡേറ്റഡാ, ഒട്ടും വിവരമില്ലാത്തവരാണ് നമ്മൾ. വിദ്യാഭ്യാസം ഉണ്ടാവുമായിരിക്കും, പക്ഷെ വിവരമില്ല നമുക്ക്. കാരണം ഓരോ ജനറേഷൻ കഴിയുമ്പോഴും, ഓരോ 10 വർഷത്തെ ജനറേഷൻ കഴിയുമ്പോഴും ബുദ്ധി കൂടി വരുന്നുണ്ട്. ആൽഫ ജനറേഷനിലുള്ള കുട്ടികൾക്ക്, 2010 ശേഷമുള്ള കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ എന്നറിയപ്പെടുന്ന മിലേനിയം ജനറേഷനിലുള്ള മാതാപിതാക്കളെക്കാളും 300 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലാണ്. നമ്മൾ കാണുന്നതാണ്. നമ്മളെ വീട്ടിൽ ടെക്നോളജിക്കലി ഉള്ള ഏത് ഉപകരണങ്ങളും, അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഈ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ കേട് വന്നു പോയാൽ നമ്മളെക്കാളും സ്പീഡപ്പായിട്ട്, നമ്മളെക്കാളും ദ്രുതഗതിയിൽ മക്കളാണത് ക്ലിയർ ചെയ്ത് തരിക. അവരതിൽ എക്സ്പേർട്സാണ്. നമ്മളെ കുട്ടികൾ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നവരാ. നല്ല നാളെയെ വാർത്തെടുക്കണമെങ്കിൽ, ഏറ്റവും നല്ല നാളെയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ജാഗരൂകരായി നിൽക്കേണ്ടതുണ്ട്. കുട്ടിക്കളിയല്ല. പറയാൻ പഠിച്ചത് എന്നിൽ നിന്നാണ് എങ്കിൽ ആ കുഞ്ഞ് പഠിക്കുന്നതെല്ലാം എന്നെയാണ്, കേൾക്കുന്നതെല്ലാം എന്നെയാണ്, അറിയുന്നതെല്ലാം എന്നെയാണ്, മാതൃകയാക്കുന്നതെല്ലാം എന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെങ്ങനെയെല്ലാം ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവോ, എത്രയേറെ നന്മ നിറഞ്ഞവനും നന്മ നിറഞ്ഞവളുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവോ, അത്രയേറെ നന്മ നിറഞ്ഞവനും നന്മ നിറഞ്ഞവളുമായി തീരുവാൻ നമ്മളും ആഗ്രഹിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താണ് പറയുന്നത് ആ വാക്കുകൾ അവർ സ്വാംശീകരിക്കും. നമ്മൾ എന്താണ് കേൾക്കുന്നത് അത് അവരും കേൾക്കും. നമ്മൾ എന്തെല്ലാമൊക്കെയാണ് അനുഭവിപ്പിക്കുന്നത് അതൊക്കെയാണ് അവരായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇടം, ആ സമാധാനക്കൂട്, ആ മസ്കൻ, അതിനെ മസ്കനാക്കി തീർക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കുമാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ 6ാം ക്ലാസ് പഠിക്കുന്ന മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ അവന് കൂൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം അതിൻ്റെ ഇടയിൽ കട്ടിൻ്റെ ചുവട്ടിൽ ചൂല് എവിടെയോ തട്ടുന്നുണ്ട്. തലയിട്ട് നോക്കുമ്പോൾ കട്ടിലിൻ്റെ താഴെ ഒരാൾ കിടക്കുക. ഉടനെ പോലീസിനെ വിളിച്ചു. വന്ന് നോക്കുമ്പോൾ കള്ളനല്ല, കക്കാൻ കയറിയതല്ല, 9ാം ക്ലാസ് പഠിക്കുന്ന മോള് 6 മാസമായിട്ട് ഈ ആൺകുട്ടിയെ വിളിച്ചു വരുത്താണ് വീട്ടിലേക്ക്. 6 മാസമായിട്ട് ആ വീട്ടിലെ സ്ഥിരം അന്തേവാസിയാണ് ഈ പയ്യൻ. അപ്പം വരും,
രാവിലെ ആകുമ്പോൾ ഇറങ്ങിപ്പോവും. പോലീസ് വന്നിട്ട് ചോദിച്ചപ്പോൾ ഇവിടെ താമസിക്കുകയാണോ എന്ന്. അല്ല സാറേ, ഞാൻ രാവിലെ 5 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞു. പിന്നെ എന്താ അന്ന് സംഭവിച്ചത്? റേപ്പ് പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡർ ഉണ്ട്. ഓൻ്റെ ഫ്രണ്ട്സ് ഓൻ ആ പൗഡർ കൊടുത്തു അത്രേ. ആ പൗഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പിന്നെ അറിയണ്ട, വല്ലാത്തൊരു ആനന്ദത്തിലേക്ക് എത്തുമെന്ന്. ഈ പൗഡർ കഴിച്ചു ഒരു 2 പേരും. 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയും 9ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടി ഈ പൗഡർ കഴിക്കുകയാണ്. ആ പൗഡർ കഴിച്ചു കഴിഞ്ഞ് 5 മണിക്ക് ഓൻ ഉണരാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയി എന്ന്. ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം മെറ്റീരിയൽസാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. നമ്മൾ വിവരത്തിൻ്റെ കാര്യത്തിൽ പുതിയ കാലഘട്ടത്തിനെ കുറിച്ച് വിവരമുള്ളവരായി തീരേണ്ടവരുണ്ട് പ്രിയപ്പെട്ടവരെ. സംഗതി ഉമ്മയും വാപ്പയൊക്കെ തന്നെയാണ് അല്ലേ? മക്കളെക്കാളും 20, 25, 30, 40 വയസ്സൊക്കെ നമുക്ക് മൂപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ അറിവിൻ്റെ കാര്യത്തിൽ, പുതിയ കാലഘട്ടത്തിൻ്റെ അറിവിൻ്റെ കാര്യത്തിൽ, മക്കളുടെ അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾക്കൊന്നും അറിയില്ല. 0 ആണ്, വട്ടപൂജയാണ് നമ്മൾ. മക്കളെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഉമ്മയും വാപ്പയും അന്താളിച്ച് നിന്ന് പോകും. ഇതൊക്കെ എന്താണ് ഡോക്ടർ എന്ന് ചോദിച്ചു പോവും. പല ടേംസും പല ടെർമിനോളജീസും പഠിപ്പിച്ചു തരുന്നത് ഈ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളാണ്. എന്താണ് മാനോസ്ഫിയർ, എന്താണ് ഇൻസെൽ. അമേരിക്കയിൽ 14 വയസ്സായ ഒരു മകൻ, 14 വയസ്സായ മകൻ അവൻ്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടിയെ നിഷ്കരുണം കൊല ചെയ്യാണ്. നമുക്ക് അമേരിക്കയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മൾ അഫാനെയും ആഷിഖിനെയും മിഹിറിനെയും ഷഹബാസിനെയൊക്കെ കണ്ട ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് അമേരിക്കയിലൊന്നും പോകേണ്ട കാര്യമില്ല. അമേരിക്കയെക്കാളും വെസ്റ്റേൺ കൺട്രീസിനേക്കാളും മോഡേൺ രാജ്യങ്ങളെക്കാളും ഒക്കെ ഏറെ കൊലപാതകങ്ങളും നിഷ്കരുണം നടത്തുന്ന ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികളും നമ്മുടെ നാട്ടിൽ തന്നെയാണ് കൂടുതലുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മൾ അഫാനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ കുട്ടിയെ ശപിക്കാത്ത ഉമ്മമാരും വാപ്പമാരും കേരളക്കരയിൽ ഉണ്ടാവില്ല. ആഷിഖിനെ നമ്മൾ ശപിച്ചു, ആഷിഖിനെ നമ്മൾ പ്രാഗി പറഞ്ഞു, ഉമ്മാനെ കഴുത്തറുത്ത് കൊന്നോനാണ്. മിഹിറിനെ നമ്മൾ കണ്ടു, 24 നിലയുടെ മുകളിലെ ചാടി അവിടെ നിന്നും താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്ത മിഹിർ. ഇവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരൊന്നും മരിക്കാതെ നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ശാപവാക്കുകൾ പറയുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്, അഫാൻ എങ്ങനെ അഫാനായി മാറി, ആഷിഖിനെ ആഷിഖാക്കി മാറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുഞ്ഞു പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് ആര് ലഹരി എത്തിച്ചു കൊടുത്തു? നമ്മൾ ചിന്തിക്കണം. നമ്മളാണ് കാരണക്കാരനെങ്കിൽ, നമ്മളാണ് അതിന് കാരണക്കാരനെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉത്തരം നൽകേണ്ടി വരും. നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ കയ്യിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മൊബൈൽ ഫോണുണ്ട്, വിവരങ്ങൾ ലഭിക്കാനുള്ള എല്ലാ എക്യുപ്മെൻസും നമ്മളെ കയ്യിലുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാരൻറ്റിങ് എന്ന് പറയുന്ന, രക്ഷാകർതൃത്വം എന്ന് പറയുന്ന മനോഹരമായ കർമ്മത്തെ ഇത്തിരി കൂടി സീരിയസ് ആയിട്ട് കാണുക, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണുക. അല്ല എങ്കിൽ നാളെ എന്ന് പറയുന്ന സമൂഹം എന്തായിത്തീരും? നാളെ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത സാഹചര്യം വരും. നമ്മുടെ കുഞ്ഞുങ്ങളാ ഇന്നും ഇന്നലെയൊക്കെ നമ്മൾ പത്രത്താളുകൾ കണ്ടത് ആരാൻ്റെ മക്കളെ കുറിച്ചാ അല്ലേ? നമ്മൾ ഇതുവരെ വായിച്ചതും കേട്ടതൊക്കെ ആരാൻ്റെ കുട്ടികളെ കുറിച്ചാ. എന്നിട്ട് പോലും നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു. നാളെ ഒരു പക്ഷേ നമ്മുടെ മക്കളായി തീരാതിരിക്കുവാൻ, ഞാൻ അറിയുന്ന എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ അരികിലുള്ള കുഞ്ഞുങ്ങളായി തീരാതിരിക്കുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അപ്ഡേറ്റഡ് ആവണം. നമുക്കൊന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ഫോണിൻ്റെ DP മാറ്റണമെങ്കിൽ വരെ 4 വയസ്സായ കുട്ടി വരണം ഇല്ലേ? മൊബൈൽ ഫോണിൻ്റെ DP ഒന്ന് പ്രയാസപ്പെട്ട് മാറ്റണമെങ്കിൽ പോലും 4 വയസ്സായ കുട്ടി വരണമെങ്കിൽ, പ്രായമായ വയസ്സായ വല്യമ്മയും വല്യപ്പയും വീട്ടിലുണ്ടെങ്കിൽ ഓരോരുത്തല്ല നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുക, കുട്ടീനെ വിളിക്കുക. കാരണം അവൻ ജീവിക്കുന്നത്, അവൻ ജനിച്ചു വീണത് ഡിജിറ്റൽ കാലഘട്ടത്തിലേക്കാണ്. ഡിജിറ്റലി ലിറ്ററേറ്റഡ് ആണ് അവൻ ജീവിക്കുന്നത്. തീർത്തും ഡിജിറ്റലി ഇല്ലിറ്ററേറ്റഡ് ആയ നമ്മുടെ കൂടെയാണ്. നമ്മൾ ജനിച്ച് വളർച്ചയുടെ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് ഡിജിറ്റൽ യുഗം വരുന്നത്. ഈ സ്ക്രീനും മൊബൈൽ ഫോണും ഗാഡ്ജറ്റ്സും ഒക്കെ നമ്മൾ ഇത്രയും ഫെമിലിയർ ആവുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതോ ഒരു സന്ദർഭത്തിൽ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ കുട്ടികൾ ജനിച്ച് വീണത് തന്നെ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ, ഇല്ലേ? കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ പോലും ഉമ്മാക്ക് താരാട്ട് പാട്ട് പാടാൻ നേരം ഉണ്ടായിരുന്നില്ല. പാട്ട് എയിലട്ടെടുത്തത് ഇല്ലേ? ചിത്ര ചേച്ചിയുടെ പാട്ടിട്ടെടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്ക് പാടാൻ നേരം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിത്ര ചേച്ചിയുടെ പാട്ട് കുട്ടി വയറിനുള്ളിലുള്ള കുട്ടി കേൾക്കത്തക്ക രൂപത്തിൽ ഇട്ട് കൊടുത്തു. വയറിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴേ കുട്ടി കേൾക്കുന്ന പാട്ട് ചിത്ര ചേച്ചിയുടെ പാട്ട് ഡിജിറ്റൽ സോങ് ആയിരുന്നു.
അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നഴ്സ് പുറത്തേക്ക് കുഞ്ഞിനെ കൊടുക്കൂലേ? വാപ്പയോ ഉമ്മയോ വല്യമ്മ വല്യപ്പൊക്കെ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. വാങ്ങുന്ന സമയത്ത് വാപ്പാൻ്റെ ഓപ്പോസിറ്റ് കയ്യിലുള്ളത് എന്താ? മൊബൈൽ ഫോണാണ്. കുഞ്ഞിന് ഒരു കൈ കൊണ്ട് വാങ്ങുമ്പോഴും ഓപ്പോസിറ്റ് കൈകളിലുള്ളത് മൊബൈൽ ഫോണാണ്. വളരെ സാന്ദർഭികമായിട്ട് ഒരു ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു അനുഭവം. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? പിക്നിക്ക് പോയതായിരുന്നു. അങ്ങനെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ കാലി ബോട്ട് ഇങ്ങനെ വരികയാണ്. ആളുകൾ ഇറക്കിയിട്ട് നമുക്ക് കയറാനുള്ള ബോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടരികിൽ ഒരു പാർട്ടീഷനിൽ ഇങ്ങനെ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ കുട്ടിയും 2 വയസ്സായ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. കളിക്കുന്നതിനിടയിൽ ആ കുട്ടി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. ഈ കുട്ടി വെള്ളത്തിലേക്ക് വീഴാണ്. വെള്ളത്തിൽ വീണ സന്ദർഭത്തിൽ ക്യൂടെ ബാക്കിൽ നിൽക്കുന്ന ഞങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഈ കുട്ടിയുടെ ഉമ്മ, തൊട്ടരികിൽ ഉമ്മയുണ്ട്. ആ ഉമ്മ പറയാണ്, ആരെങ്കിലും വരി എൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് പിടിക്കുക, കുട്ടി വെള്ളത്തിൽ വീണേണെന്ന്. ആരെങ്കിലും വരി എൻ്റെ ഫോൺ ഒന്ന് പിടിക്കുക, കുട്ടി വെള്ളത്തിൽ വീണിട്ടുണ്ട്. അത് കേൾക്കാത്ത പാതി പുറകിൽ നിന്ന് ഒരാൾ ഓടി വന്ന് വെള്ളത്തിൽ ചാടി. അയാൾ പറയുന്നുണ്ട്, പൊന്നാര പെണ്ണെ, ഫോണ് വലിച്ചെറിഞ്ഞ് വെള്ളത്തിൽ ചാടി കുട്ടീനെ എടുക്കുന്ന്. പ്രിയപ്പെട്ടവരെ, അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് മൊബൈൽ ഫോൺ. നമുക്കൊക്കെ അത്രയേറെ നമ്മുടെയൊക്കെ കൈകളിൽ, നമ്മുടെയൊക്കെ സന്തത സഹചാരിയായി നമ്മുടെ കൂടെയുള്ള ഈ മൊബൈൽ ഫോണ് കാരണം ഏറ്റവും പുതിയ മെഡിക്കൽ സയൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഏറ്റവും പുതിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും ജനറേഷനുകൾ തമ്മിൽ ബുദ്ധി കൂടി വരുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ജനറേഷന് 10 വർഷം മുമ്പെയുള്ള ജനറേഷനേക്കാളും 1.1% ബുദ്ധി കൂടണം. അങ്ങനെയാണ് മനുഷ്യന്മാർ. പക്ഷേ കൊറോണ യുഗത്തിന് ശേഷം വന്ന കാലഘട്ടത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുൻപെയുള്ള ജനറേഷനേക്കാളും 1.1 ലെവലിൽ ബുദ്ധി കുറവാണ് എന്ന്. എന്താ ഇതിന് കാരണം? എന്താ? ഡിജിറ്റലൈസേഷനാണ്, സ്ക്രീൻ ടൈമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സ്ക്രീൻ ടൈം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണം. മൊബൈൽ ഫോൺ അത്രയും നമ്മുടെ മക്കളുടെ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. എങ്ങനെയാ ചുരുക്കുക? 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയേ ചെയ്യരുത്. സാധാരണ ക്ലിനിക്കിൽ കാണുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് മൊബൈൽ ഫോണൊക്കെ ലോക്കറിൽ വെച്ച് നോക്കിയൻ്റെ മറ്റേ കുഞ്ഞു ഫോണില്ലേ, അതാക്കിയിട്ട് വരും എല്ലാവരും. സ്മാർട്ട് ഫോണൊക്കെ ലോക്കറിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാൻ കാത്തിരിക്കണ്ട. അതൊരു നിയമമുണ്ട്. മെഡിക്കൽ സയൻസ് പറയുന്നൊരു റൂളുണ്ട്. ഈ റൂള് നമ്മൾ വീട്ടിൽ ഫോളോ അപ്പ് ചെയ്താൽ മതി. പൂർണ്ണമായിട്ട് മൊബൈൽ ഫോണിനെ ഇല്ലാതെയാക്കുകയല്ല, ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. അവർ ഇല്ലിറ്ററേറ്റഡ് ആയിപ്പോൾ, ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾ. കാരണം എല്ലാ അറിവും ആ വിരൽ തുമ്പിലുള്ള മൊബൈൽ ഫോണിലാണ് ഉള്ളത്. അതൊരു ടൈമുണ്ട്, ലിമിറ്റ് ഉണ്ട്. 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ കൊടുക്കരുത്. സ്ക്രീൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയേ ചെയ്യരുത്. കരഞ്ഞോട്ടെ, ചിലപ്പോൾ പൂപ്പി കാണാതെ ഭക്ഷണം കഴിക്കൂല, കാത്തു കാണാതെ ഭക്ഷണം കഴിക്കൂല എന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. ഒരു നേരം കുട്ടി കഴിക്കേണ്ട. വാശി കാണിച്ച് കരഞ്ഞ് ഭൂമിയിൽ ഒരു കുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല. 1-2 ദിവസം പട്ടിണി കിടന്ന് കരഞ്ഞിട്ട് ഭൂമിയിൽ ഒരു കുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വാശി കാണിച്ചിട്ട് കരയട്ടെ. എല്ലാവരും 9 മാസം 10 ദിവസം പള്ളയെ കൊണ്ടിടന്ന് 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് പ്രസവിച്ചവർ തന്നെയാണ് എല്ലാ ഉമ്മമാരും, അല്ലേ? ഇതിലാരും കൂടുതൽ വേദന സഹിച്ചവരില്ലല്ലോ. നമ്മളൊക്കെ ഒരേ വേദന സഹിച്ചവരാ. എല്ലാ വാപ്പമാരും ഒരേപോലെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് കൊണ്ടുവന്ന് പോറ്റുന്നത് തന്നെയാണ് മക്കളെ. അതുകൊണ്ട് എൻ്റെ കുട്ടീനെ എങ്ങനെയാണ് ഞാൻ കരയിപ്പിക്കുക എന്നുള്ള ചിന്ത ആ കുട്ടിയെ കൊല്ലുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് കാരണക്കാർ. ചിന്തിക്കേണ്ടതുണ്ട്. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന് നോ മൊബൈൽ ഫോൺ, നോ സ്ക്രീൻസ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞിന് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഒരു ദിവസം 1 മണിക്കൂർ ഫോൺ കൊടുക്കാം. ഇനി 1 മണിക്കൂർ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോനെ 1 മണിക്കൂർ തികക്കണമല്ലോ എന്ന് വെച്ചിട്ട് 1 മണിക്കൂർ കൊടുക്കരുത് കേട്ടാ. ഇത് നിർബന്ധമുള്ള കാര്യമല്ല പറയുന്നത്, കൊടുക്കാം എന്നത് മാത്രം അല്ല. ഇനി പുഴക്കാട്ടിൽ ഡോക്ടർ വന്നു കണ്ട് 1 മണിക്കൂർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ട് ടൈം വെച്ച് ഫോൺ കൊടുക്കണ്ട പ്രിയപ്പെട്ടവരെ. ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേണ്ട. മാക്സിമം ടൈം 1 hour ആണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ KL 55 AJ 8149 പറഞ്ഞ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ആരാച്ചാൽ അതൊന്ന് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണേ. താങ്ക് യു. ഒന്നുകൂടി നമ്പർ റിപ്പീറ്റ് ചെയ്യുക. KL 55 AJ 8149. താങ്ക് യു.
അപ്പോൾ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറാണ് എങ്കിൽ 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 2 മണിക്കൂർ. 2 മണിക്കൂർ മാത്രമാണ് ഫോൺ കൊടുക്കേണ്ടത്. ഈ 2 മണിക്കൂർ എല്ലാം അതിൽ പെടും. ക്ലാസ് കേൾക്കാനാണ് എങ്കിൽ, ട്യൂഷൻ ക്ലാസ് കേൾക്കാനാണ് എങ്കിൽ, ഹോംവർക്ക് നോക്കാനാണ് എങ്കിൽ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, എല്ലാത്തിനും കൂടെ ഹോൾ സ്ക്രീൻ ടൈമാണ് പറയുന്നത് 2 മണിക്കൂർ. അതിൽ കൂടുതൽ ഒരിക്കലും കൊടുക്കരുത്. അവിടെ ന്യൂറോൺസിനെ എഫക്റ്റ് ചെയ്യും, അവിടെ നാഡീവ്യൂഹത്തെ എഫക്റ്റ് ചെയ്യും, അത് അതിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. കൊറോണയ്ക്ക് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാളും അവരുടെ മാതാപിതാക്കളെക്കാൾക്കും 1.1% ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മക്കളാണല്ലേ. 13 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് 3 മണിക്കൂറാണ് ടൈം. 3 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും സ്ക്രീൻ ടൈം അലോ ചെയ്യരുത്. ഇതാണ് ബയോളജിക്കലി മെഡിക്കലി ഒരു മനുഷ്യന് സ്ക്രീൻ ടൈം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കൂല എന്ന് നമ്മൾ അങ്ങോട്ട് നിർബന്ധം പിടിക്കണം. അവസാനം അഫാനെ പോലെ, മിഹിറിനെ പോലെ, ആഷിഖിനെ പോലെ ആയിട്ട് ശാപവാക്കുകൾ പറഞ്ഞ് കുട്ടിയെ തള്ളി പറയല്ല ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് കിഡ്നി പീഡിയൊക്കെ ഷേപ്പിലുള്ള ഓരോ സ്റ്റിക്കറുകളാണ് ഇട്ടിട്ടുള്ളത്. കമൻറ്റ് ഉപ്പ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ എല്ലാ പോസ്റ്റുകൾക്കും താഴെ ഇങ്ങനെ സ്റ്റിക്കറുകൾ കമൻ്റ് ഇട്ട കുട്ടി നിന്റെ കൂട്ടുകാരിയല്ലേ? നീയുമായി അത്രയേറെ അടുപ്പമുള്ളത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുള്ളത്? എന്നിട്ട് എന്തിനാ ഇയോളെ കൊന്നത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അച്ഛനൊന്നും അറിയില്ല. ഷീ ഈസ് ബുള്ളിയിങ് മീ. അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റിക്കറുകളുടെ അർത്ഥം, ആ കിഡ്നി പീയുടെ വൻപയറിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പിലുള്ള സ്റ്റിക്കറുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വാപ്പയാണ് ഉമ്മയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള അപ്ഡേഷനിലേക്ക്, ബുദ്ധിയിലേക്ക് നമ്മൾ എത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയ്ക്ക് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് മാനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ മാനോസ്ഫിയർ എന്ന് പറയുന്ന ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെയൊക്കെ മക്കളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ, ഈ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു ഫിലിം സംഭവിച്ച ഈ ഒരു കഥ അറിഞ്ഞ അന്ന് മുതൽ ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് എന്താണെന്നറിയോ? എൻ്റെ വീട്ടിലുള്ള ഫോണുകളൊക്കെ അതിൻ്റെ എല്ലാ ഡിജിറ്റലി അത് കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്തു. ഈ മാനോസ്ഫിയർ എന്ന് പറയുന്ന വല്ല ഓൺലൈൻ കമ്മ്യൂണിറ്റിയും അതിനുള്ളിലുണ്ടോയെന്ന്. കാരണം നമുക്കൊക്കെ കുട്ടികളില്ലേ, ആൺകുട്ടികളാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുക, ആണുങ്ങളാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. ഈ ഒരു പറ്റം ആണുങ്ങളുടെ ചിന്ത, അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പെണ്ണിൻ്റെ ആവശ്യമില്ല, ഒരു പെണ്ണിൻ്റെ ഈണത്തുണ സഹായം സഹകരണം ആവശ്യമില്ലാതെയും ഒരു പുരുഷന് ഭൂമിയിൽ ജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു പറ്റം ടീമിനെയാണ്, ഗ്രൂപ്പിനെയാണ് മാനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ മാനോസ്ഫിയറിനുള്ളിലുള്ള ഇൻസെൽ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ കല്യാണം കഴിക്കണം, പെൺകുട്ടികളെ ആകർഷിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ദേ കുഡൻറ്റ്, അവർക്കതിനുള്ള കഴിവില്ല, അവർക്കതിന് പറ്റില്ല. അങ്ങനെയുള്ള ആണുങ്ങളെ ഡിനോട്ട് ചെയ്യുന്ന, അഭിസംബോധന ചെയ്യുന്ന സ്റ്റിക്കറുകളാണ് ഈ ക്യാപ്സ്യൂളും അതുപോലെ കിഡ്നി പീയും. അവൻ്റെ പൗരുഷത്തെയാണ്, അവൻ്റെ നിലനിൽപ്പിനെയാണ്, അവൻ്റെ അസ്തിത്വത്തെയാണ് ആ പെൺകുട്ടി കാലങ്ങളായിക്കൊണ്ട് അവർക്ക് മാത്രം അറിയാവുന്ന പിയർ ഗ്രൂപ്പിലുള്ള സമപ്രായക്കാരായ കുട്ടികളുള്ള ആ പ്ലാറ്റ്ഫോമിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ആ അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, ഞാൻ അപ്ഡേറ്റഡ് ആയിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാമായിരുന്നു. സ്ക്രീനല്ല നീ എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. ലൈക്കും ഷെയറും കമൻസും ഫോളോവേഴ്സും അല്ല നീ ആരാവണം, നീ എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നിന്റെ ചുറ്റുമുള്ള ആരെങ്കിലും ഒരാൾ നിന്നെ എന്ത് വിളിക്കുന്നു, നിന്നെ എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നീ ആരാവണം, എന്താവണമെന്ന് തീരുമാനിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അത് മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ കുട്ടികൾ കാണുന്നത് ഡിജിറ്റൽ മാത്രമാണ്, ഒട്ടും റിയൽ അല്ലാത്ത റീൽസുകൾ, ഫിൽറ്റേർഡ് ലൈഫാണ് അവർ കാണുന്നത്. ഫിൽറ്റേർഡ് ലൈഫ് മാത്രം കണ്ട് മനസ്സിലാക്കുക, അതിൽ അവർ ആനന്ദം കണ്ടെത്താണ്. അതാണ് മൊബൈൽ ഫോൺ. ഒരു റീല് കാണുമ്പോൾ, നമ്മൾ പോസ്റ്ററിൽ നമ്മളെ ഫോട്ടോയിൽ ഒരു ലൈക്ക് കാണുമ്പോൾ, ഒരു ഫോളോവറെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമൻറ്റ് കാണുമ്പോൾ ഡോപ്പാമൈൻ ഉണ്ടാവുക തലച്ചോറിൻ്റെ ഉള്ളിൽ. സന്തോഷിക്കുകയാണ്, ആനന്ദം കണ്ടെത്താണ്. ഈ ഡോപ്പാമൈൻ ക്രഷാണ് അവിടെ സംഭവിക്കുന്നത് ലഹരി ഉപയോഗിക്കുമ്പോൾ. 6ാം ക്ലാസ്സുകാരൻ സ്വർഗം കാണാൻ പറ്റും ഡോക്ടറെ എന്ന് പറഞ്ഞ സ്വർഗം ഉണ്ടല്ലോ, അതെന്തായി സ്വർഗം? നൈമിഷിക നേരത്തേക്ക് മാത്രമുള്ള സ്വർഗം. ന്യൂറോ ടോക്സിൻസ് ആണ് ഇന്ന് അവൈലബിളായ, ഇന്ന് നമ്മളെ കുട്ടികളുടെ കയ്യിൽ സുലഭമായി ലഭിക്കുന്ന ഈ ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ. നിക്കോട്ടിൻ ആയിക്കോട്ടെ, നാർക്കോട്ടിക്സ് ആയിക്കോട്ടെ, എനി സിന്തറ്റിക് ഓർ നോൺ സിന്തറ്റിക് ഡ്രഗ്സ്, MDMA, LSD പോലെയുള്ള എല്ലാ സാധനങ്ങളും ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നവയാണ്.
നാഡികളെയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തകർത്ത് കളയുന്നത്. അതിനെയാണ് നമ്മളെ കുട്ടികൾ സ്വർഗം കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അവിടെ ഡോപ്പാമൈൻ ഉണ്ടാകും. നമ്മളെ ശരീരത്തിൽ കൈകാലുകൾ ചലിക്കണമെങ്കിൽ, ഹൃദയം 72 തവണ ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യണമെങ്കിൽ, ശ്വാസകോശം 16 തവണ ഒരു മിനിറ്റിൽ ചലിപ്പിക്കണമെങ്കിൽ, കിഡ്നി 5 ലിറ്ററോളം വരുന്ന രക്തത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ, നമ്മുടെ ലിവർ രക്തത്തിലുള്ള എല്ലാ ടോക്സിക് മെറ്റീരിയൽസിനെയും ശുദ്ധീകരിക്കണമെങ്കിൽ, സ്പ്ലീനും പാങ്ക്രിയാസും പ്രവർത്തിക്കണമെങ്കിൽ, ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവണം. ഈ ഹോർമോൺ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ, ഉമ്മയും വാപ്പയും മക്കൾ അഭിനന്ദിക്കുമ്പോൾ, ഉമ്മയും വാപ്പയും കുട്ടികളെ പ്രശംസിക്കുമ്പോൾ, ഉമ്മയും വാപ്പയും അവരുടെ ഉള്ളിലുള്ള സ്നേഹം ഉള്ളിൽ ഒതുക്കാതെ അത് മക്കൾക്ക് മുൻപിൽ കാണിക്കുമ്പോൾ, സ്കൂളിൽ നിന്നും അംഗീകാരം ലഭിക്കുമ്പോൾ, നല്ല മാർക്ക് കിട്ടുമ്പോൾ, ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുമ്പോൾ, പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ, നല്ല കുട്ടി എന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ, നല്ലവനെന്ന് കൂടെയുള്ളവർ ചേർത്ത് പിടിച്ച് വിളിക്കുമ്പോൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ അഭിനന്ദിക്കപ്പെടുമ്പോൾ മാത്രം വിമർശിക്കുക. കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുവരുമ്പോഴേ, ഡി അഡിക്ഷന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും, പിന്നെ തെറാപ്പി കൊടുക്കും, അത് കഴിഞ്ഞ് മരുന്ന് കൊടുക്കും. ഇത് മൂന്നും എഫക്റ്റീവ് അല്ലാണ്ട് വരുമ്പോൾ മാത്രമാണ് ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് പറഞ്ഞേക്കുക. കാരണം അവിടുത്തെ കാഴ്ച, അവിടെ നടക്കുന്നത്, അവിടുത്തെ അനുഭവങ്ങൾ അത്രയും ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ. സ്വബോധം നഷ്ടപ്പെട്ട് ഈ നൈമിഷിക നേരത്തേക്ക് മാത്രമുള്ള സ്വർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കെമിക്കൽസ് സ്വബോധത്തെ നഷ്ടപ്പെടുത്തി നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ച് സ്വന്തം ശരീരത്തെ പിച്ചി ചീന്തി മാന്തി ഇല്ലാതെയാക്കുന്ന അവസ്ഥ, ചുറ്റുമുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന അവസ്ഥ, അടങ്ങി നിൽക്കാത്ത അവസ്ഥ, വിഭ്രാന്തി കാണിച്ച് ഓടി നടക്കുന്ന അവസ്ഥ. കെട്ടിയിടും നഴ്സുമാര്, നന്നായി അടിക്കും ഡോക്ടർമാര്. ശിക്ഷയല്ല പ്രിയപ്പെട്ടവരെ, ചികിത്സയാണ്. ഇങ്ങനെയാണ് ചികിത്സിക്കുന്നത്. ആ ചികിത്സാ രീതിയും അവിടെ നടക്കുന്ന അവസ്ഥകളും മക്കളേക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഇടയ്ക്ക് പാലിയേറ്റീവിലൊക്കെ ഒന്ന് കൊണ്ടുപോവുക കുട്ടികളെ. നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മക്കളെയും പാലിയേറ്റീവിൽ കൊണ്ടുപോവുക. അവിടെ നമ്മൾ ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്, ബെഡിൽ കിടക്കുന്ന പാവപ്പെട്ട രോഗികളുണ്ട്. ഈ രോഗികളെ മക്കൾ കൂടി ഒന്ന് കാണിപ്പിക്കുക, അവരുടെ കഷ്ടപ്പാട് കാണിച്ചു കൊടുക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾ കാണുന്നത് എന്താ? റീൽസും ഫോളോവേഴ്സും മാത്രം കണ്ട് നടക്കുക. ആലോചിച്ച് നോക്കി, മക്കളുടെ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ത്? മുഖത്ത് തേക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ്. ഏറ്റവും കൂടുതൽ ഇന്ന് വിറ്റഴിച്ച് പോകുന്ന പ്രോഡക്ട്സ് ആണ് മേക്കപ്പ് പ്രോഡക്ട്സ്. മക്കളുടെ കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. 5ാം ക്ലാസ് മുതലുള്ള ചെറിയ കുഞ്ഞുങ്ങൾ, 5ാം ക്ലാസ്സിലെ സ്കിന്ന് എന്നൊന്നും പറഞ്ഞാൽ ഡെവലപ്ഡ് അല്ല. സ്കിന്നിൻ്റെ വളർച്ച പൂർത്തിയായിട്ടില്ല. 18 വയസ്സാവണം ആ ത്വക്കിൻ്റെ സ്കിന്നിൻ്റെ വളർച്ച പൂർത്തിയാവണമെങ്കിൽ. അതിൻ്റെ മുൻപേ മുഖത്ത് വാരി പൊത്തുകയാണ്. അതില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. എന്താ കാരണം? സോഷ്യൽ മീഡിയാസ്, ഒട്ടും റിയൽ അല്ലാത്ത റീൽസുകൾ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ വീട്ടിലുണ്ട് എങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേ ചായ എടുത്തു തരാന് ഉമ്മാൻ്റെ കുട്ടിയെ ഇന്ന് എന്തൊക്കെയാ വിശേഷങ്ങൾ, എന്തൊക്കെയാ സ്കൂളിലെ വർത്താനങ്ങൾ എന്ന് കെട്ടിപ്പിടിച്ച് ചോദിച്ച് നെറുകയിൽ ഉമ്മ നൽകാൻ പൊന്നുമ്മ, പ്രിയപ്പെട്ട കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ച് വെച്ച പെറ്റുമ്മ വീട്ടിലുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്പമൊക്കെ നേരം വൈകി വന്നാലും, രാത്രി കുറച്ച് ഇരുട്ടിയിട്ടൊക്കെ ആയിരിക്കും വീട്ടിലെത്തുക, എന്നാലും ചോദിക്കുന്നതെല്ലാം നമുക്ക് വാങ്ങിത്തരാൻ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരുവാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, പ്രിയപ്പെട്ട വാപ്പ. ആ വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ അൽഹംദുലില്ലാ എന്ന് പറയാൻ മക്കളെ പഠിപ്പിക്കണം. അവിടെയാണ് മക്കൾ ആനന്ദം കണ്ടെത്തേണ്ടത്. അവിടെയാണ് ഡോപ്പാമൈൻ ഉണ്ടാവേണ്ടത്. അവിടെയാണ് കുഞ്ഞുങ്ങൾക്ക് ഡോപ്പാമൈൻ ക്രഷ് ഉണ്ടായി, ഹാപ്പി ഹോർമോൺ ഉണ്ടായി, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മക്കൾ എത്തേണ്ടത്. നാർക്കോട്ടിക്സ് ഉപയോഗിച്ചിട്ടല്ല, ലഹരി ഉപയോഗിച്ചിട്ടല്ല, ഗ്യാംബ്ലിങ്ങിലൂടെയല്ല, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ചൂതാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന അൺഹെൽത്തി സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും കാട്ടിക്കൂട്ടുന്ന നെറികെട്ട ജീവിതം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികളാ, നമ്മളെ മക്കളാണ്. ലജ്ജയില്ല, സോറി ടു സേ, പറയാതിരിക്കാൻ വയ്യ. നമ്മളെ പെൺകുട്ടികൾക്കാണ്, നമ്മുടെ പെൺകുട്ടികൾക്കാണ് ഒട്ടും ലജ്ജ എന്ന് പറയുന്ന കാര്യം തൊട്ട് തീണ്ടാത്തത്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? നിർത്തണ, കുറച്ചുകൂടെ പറയാല്ലേ. പണ്ടൊക്കെ മൂത്തോൻ 6ാം ക്ലാസ്സിലാ, രണ്ടാമത്തോൻ 5ാം ക്ലാസ്സിൽ, ചെറുതി UKG-യിൽ. അപ്പോൾ 3 ആൺകുട്ടികളാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഓ പെൺകുട്ടികളില്ലല്ലേ. ഭയങ്കര സഹതാപത്തിലുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, പെൺകുട്ടികളില്ലല്ലേ എന്ന്. ചിലരൊക്കെ എന്നെ പേടിപ്പിക്കും, എടീ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ പെൺകുട്ടികളുണ്ടോ?
പെൺകുട്ടികളുണ്ടോയെന്ന്. അപ്പം ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ, എൻ്റെ അമ്മായിമാർക്ക് 2 പെൺകുട്ടികളുണ്ട്. അമ്മായിമാർക്ക് മനസ്സുറക്കാൻ ഓരല്ല കിട്ടല്. അമ്മായിമാർക്ക് മനസ്സുറക്കാൻ ആരാ ഉണ്ടാവല്? ഞങ്ങൾ 3 മരുമക്കളാ. ഞങ്ങൾ 3 മരുമക്കളാണ് ഉണ്ടാവല് ഇല്ലേ? അപ്പം അതുപോലെ 3 മരുമക്കളെ ഇൻഷാ അല്ലാഹ് പടച്ചോൻ ആയുസ്സും ആരോഗ്യമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ വരുമല്ലോ, ആ മരുമക്കളെ മകളായി കാണാമല്ലോ എന്നൊക്കെ സമാധാനിക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ എന്നിരുന്നാലും പെൺകുട്ടികളില്ലാത്തതിൻ്റെ വേദന മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മാറി പ്രിയപ്പെട്ടവരെ. പെൺകുട്ടികളെ തരാത്തിന് അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയാറുണ്ട് പല ദിവസങ്ങളിലും ക്ലിനിക്കിൽ. പല ദിവസങ്ങളും ക്ലിനിക്കിൽ നിന്ന് ഞാൻ പറയും, പടച്ചോനെ ഇങ്ങനത്തെ ഒരു പെൺകുട്ടി എനിക്ക് തരാത്തതിന് അൽഹംദുലില്ലാന്ന്. കാരണം എന്താണെന്നറിയോ, ഒരിക്കലും കാണാൻ പറ്റാത്ത രൂപത്തിൽ അവളെയും അവളുടെ കാമുകനെയും കാണാണ് വാപ്പ. +1 പഠിക്കുന്ന മോളെയും അവൾ പ്രേമിക്കുന്ന അവളുടെ കാമുകനെയും വാപ്പ കണ്ടു. വാപ്പക്ക് അറ്റാക്ക് വരികയാണ്. എന്തെല്ലാം പ്രതീക്ഷയിൽ വളർത്തി വലുതാക്കുന്ന മക്കളാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇഷ്ടങ്ങളെ പോലും മറന്നുകൊണ്ട്, നമ്മുടെ സുഖ സൗകര്യങ്ങളെ പോലും മറന്നുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നവരാ മാതാപിതാക്കള്. അങ്ങനെ വളർത്തി വലുതാക്കുന്ന വാപ്പ കാണാണ് ഈ കുട്ടിയെ. ഉടനെ വാപ്പാക്ക് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വെന്റിലേഷനിൽ കിടക്കുമ്പോഴാ കുട്ടീനെ കൊണ്ട് ആങ്ങളമാർ കൗൺസിലിങ്ങിന് വരുന്നേ. ക്ലിനിക്കിലെത്തി ഞാൻ അവളോട് ചോദിച്ചു, നീ കാരണമല്ലേ മോള്? കാരണമല്ലേ മോളെ? ഏറ്റവും സ്നേഹമുള്ള ഭൂമിയിൽ നിനക്ക് എത്ര നന്മ വരുമ്പോഴും നിന്നേക്കാളേറെ സന്തോഷിക്കുന്ന, നിനക്ക് സങ്കടം വരുമ്പോൾ നിന്നേക്കാളേറെ സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ട വാപ്പ കാർഡിയാക് അറസ്റ്റ് വന്ന് അറ്റാക്ക് വന്ന് വെന്റിലേറ്ററിൽ കിടക്കുക. ഈ കാരണമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാ, മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന്. ആ കുട്ടി ചോദിച്ച ചോദ്യം എന്താ? മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന്. ഞാൻ കൗൺസിലിംഗ് അവിടെ അവസാനിപ്പിച്ചു. ഒന്നുമില്ല, ഇനി എനിക്കൊന്നും തുടർന്ന് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ, പച്ചയായ മാംസവും വിചാരങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഞാനും. ഉള്ളിങ്ങനെ പെടഞ്ഞു പോവായിരുന്നു, ഉള്ളിങ്ങനെ തളർന്നു പോവായിരുന്നു പ്രിയപ്പെട്ടവരെ. പിന്നെ ആ കുട്ടിയോട് സംസാരിക്കാനുള്ള മനക്കരുത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു സെഷൻ അവിടെ അവസാനിപ്പിച്ചു. അവരോടൊന്നും പറയാനില്ല. കാലം തന്നെയാണ് സത്യം. ബാക്കി ആരും കാണിച്ചു കൊടുത്തോളൂ, കാലം കാണിച്ചു കൊടുത്തോളൂ. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രം മാറുന്ന പോലെ അല്ലേ ഈ കാലഘട്ടത്തിൽ? വസ്ത്രം മാറുന്ന പോലെ ഡിവോഴ്സ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഡിവോഴ്സാ. ഒന്നങ്ങോട്ട് പിരിഞ്ഞാ, എന്നാ ഈ എന്നോട് ഒഴിവാക്കിക്കളാ, എന്നാൽ ഞാൻ എന്നോട് ഒഴിവാക്കട്ടെ. മക്കൾക്ക് ഈ വാക്കിന് ഒരു സീരിയസ്നെസ്സും ഇല്ല, ഒരു ഗൗരവവും ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിവോഴ്സ്. അവസാനം ആഘോഷിക്കുക എങ്ങ് കേക്ക് മുറിച്ചിട്ടേ ഇല്ലേ? ഹാപ്പി ഡിവോഴ്സ് ഡേയ്സ്, ഹാപ്പി ഡിവോഴ്സ് ലൈഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുക. എന്ത്? പടച്ചോൻ്റെ അറച്ചി വിറക്കുന്ന കർമ്മം, അള്ളാഹുവിനെ ഏറ്റവും വെറുക്കുന്ന, പടച്ചോനെ ഏറ്റവും വെറുക്കുന്ന ഹലാലായ കർമ്മം. ആ കർമ്മത്തെ കുറിച്ച്, ആ കർമ്മം നടന്നതിൻ്റെ പേരിൽ കേക്ക് മുറിച്ച് കട്ട് ചെയ്ത് ആഘോഷിക്കുന്ന നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആവരുത് കാരണക്കാര്. കാരണം പുറത്തവർ കാണുന്നത് ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. മൊബൈൽ ഫോൺ തുറന്നാൽ കാണുന്നത് ലിവിങ് ടുഗദറാ, ഡേറ്റിംഗ് ആണ്, കൊഹിബിഷൻ ആണ്, കല്യാണം കഴിക്കണ്ട, ഉത്തരവാദിത്തങ്ങളില്ല, ഒന്നും അറിയണ്ട. ഈ രൂപത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങളെ അവർ കണ്ടുമുട്ടുമ്പോൾ വീട്ടിൽ കാണുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെടുന്ന ഉമ്മ. എങ്ങനെയാ മകള് മനസ്സിലാക്കിയത് ഉമ്മ കഷ്ടപ്പെടുകയാണെന്ന്? ഉമ്മയുടെ വായിൽ നിന്ന് വന്നു പോവരുത് പ്രിയപ്പെട്ടവരെ. എൻ്റെ വാപ്പാനെ കെട്ടുന്നു തുടങ്ങിയതാണ് എൻ്റെ ദുരിതന്ന്. വാപ്പാൻ്റെ വായിൽ നിന്ന് വന്നു പോവരുത്, എൻ്റെ ഉമ്മാനെ കെട്ടി അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന്. പണ്ടത്തെ കുട്ടികൾ, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം കേട്ട് നിൽക്കും. 18, 19 ആകുമ്പോൾ പിന്നെ കെട്ടുകയും ചെയ്യും. ഇപ്പോഴത്തെ കുട്ടിക്ക് ബുദ്ധി കൂടുതലാണ്. ആരെങ്ങളോട് കെട്ടാൻ പറഞ്ഞു നോക്കും. എന്താ ചോദിക്കുക? ആരെ നിങ്ങളോട് കെട്ടാൻ പറഞ്ഞു എന്ന്. അപ്പോൾ പുറത്ത് ഇത്രയും മനോഹരമായ ലിവിങ് ടുഗദർ കാണുമ്പോൾ, ലിവിങ് ടുഗദറിൻ്റെ ഒരു രസം എന്താ? ലിവിങ് ടുഗദർ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? നിങ്ങളെ കെട്ടണ്ട, ചായയും കടിയൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. ഓനൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി തിന്നും, ഓളൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി തിന്നും. ഓന് ഇഷ്ടമുള്ള ചായ ഉണ്ടാക്കുക, ഓൾക്ക് ഇഷ്ടമുള്ള ചായ ഉണ്ടാക്കുക. ഓൻ്റെ റൂം മാത്രം വൃത്തിയാക്കുക, ഓളോളെ റൂം മാത്രം വൃത്തിയാക്കുക. അവനാൻ്റെ കാര്യം നോക്കി പോവുക. ഒരുമിച്ച് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുകയും ചെയ്യുക. മതിയാവുമ്പോൾ ഇട്ട് പോവുകയും ചെയ്യുക. അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. മതിയായി എന്ന് തോന്നുമ്പോൾ ടാറ്റാന്ന് പറഞ്ഞ് പോരുകയും ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ലിവിങ് ടുഗദർ. മടുക്കുമ്പോൾ നിർത്തിപ്പോരാന്ന്. ഇത് മടുക്കുമ്പോൾ നിർത്തി പോകാൻ പറ്റൂലല്ലോ അല്ലേ? കുറച്ച് നയിപ്പല്ലേ? ഇനി ഡേറ്റിംഗ് എന്താ? കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് കൊണ്ട് നമ്മളെ നാട്ടിൽ അരികെ എന്ന് പറയും. മലയാളത്തിലുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ പേരാണ് അരികെ. ഫോണൊക്കെ ഒന്ന് നോക്കുക, അരികെയൊക്കെ ഉണ്ടോയെന്ന്. നമ്മളൊരു ഇൽമ എത്രയാണെന്ന് അറിയും നിങ്ങൾക്ക്? നമ്മൾ ഉമ്മയും വാപ്പിക്കായി നടക്കുമല്ലോ.
എന്തോരം ഇൽമാന്നറിയോ നമുക്ക്. ഒരു ഉമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ വന്ന് പറഞ്ഞതാ, പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് എന്നെ പോലെയുള്ള ഉമ്മമാരെയും അപ്പമാരെയൊക്കെ കാണുമ്പോൾ ഇത് പറയുന്നത് നമ്മളിങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല. അവരുടെ പോലെ നമ്മൾ ചതിക്കപ്പെടരുത്, നമ്മൾ പറ്റിക്കപ്പെടരുത്. ആ ഉമ്മ മകളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിരുന്നു നേരത്തെ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരിക. വെറുതെ വന്നതാ. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളിപ്പോൾ നല്ല മിടുക്കിയാട്ടോ ഡോക്ടറെ, മോളിപ്പോൾ നല്ല കുട്ടിയാ, ഓക്കിപ്പോൾ ചാറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ചാറ്റിങ്ങും ഒന്നുമില്ല. എൻ്റെ ഫോൺ നോക്കൂന്ന് പറഞ്ഞിട്ട് ഫോൺ കാണിച്ചെന്നു. എന്നിട്ട് അതിൽ അരികെ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ അരികെ ആപ്ലിക്കേഷൻ എന്താന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയാണ്, അത് ഈ അരികെ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്. കുറേ പാവപ്പെട്ട ആളുകളും കൂടെ ആരും ഇല്ലാത്ത കുടുംബങ്ങളോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്ത കുറേ ആളുകൾ അതിൽ അക്കൗണ്ട് ഉണ്ടാക്കും. നമ്മളും അതിൽ കയറി അവരുടെ അരികെ ഇരിക്കുന്ന പോലെ നമുക്ക് ഓരോരുത്തർ ഇടപഴകാം, നമുക്കവർക്ക് സാന്ത്വനം കൊടുക്കാം, നമുക്കവർക്ക് സമാധാനം കൊടുക്കാമെന്ന്. പ്രിയപ്പെട്ട ഉമ്മ അത് വിശ്വസിക്കുക അല്ലേ? എന്നെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ഉമ്മമാരത് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മക്കളുടെ പ്രായം ചെറുതാണ്. 19-23 ഇടയിൽ അവരുടെ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തുള്ളൂ. ഈ തലച്ചോറ് പൂർണ്ണ വളർച്ചയിൽ എത്തിയാലേ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. തെറ്റെന്താണ്, ശരി എന്താണ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന ചിന്തയിലേക്ക് പോലും അവരെത്തുകയുള്ളൂ. അതിൻ്റെ മുമ്പെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തല്ല, നമ്മൾ അപ്ഡേറ്റഡ് ആവുക. ഒരുമ്മ വന്നിട്ട് പറഞ്ഞത്, എൻ്റെ ഫോണിൽ ഒരു ആപ്ലിക്കേഷനും ഇല്ല, ഇൻസ്റ്റാഗ്രാമൊക്കെ അന്ന് ഒഴിവാക്കിയതാണ് ഉള്ളതെന്ന്. ശരിയാ, ഒറ്റ നോട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം കാണൂല. കുറച്ചും കൂടെ ബുദ്ധി വൈഭവത്തോടു കൂടി കഴിഞ്ഞപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? ആ ഉമ്മയും വാപ്പയും ഒരു മഹ്ലൂക്കും കാണാതെ ആ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ 4 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. 4 അക്കൗണ്ടിലൂടെ 40-ലേറെ ആൺകുട്ടികളോട് ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് ബുദ്ധിയില്ല. ഡിജിറ്റലി നമ്മൾ ഇല്ലിറ്ററേറ്റഡ് ആണ്, പൊട്ടന്മാരാണ്. അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. മക്കൾക്ക് മാതൃക കാണിക്കണമെങ്കിൽ ലഹരി ഉപയോഗിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, മകന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന അമ്മ പറഞ്ഞത്, അവൻ്റെ വായ മണക്കുണ്ടോ എന്ന് അറിയാനേ. എന്നിട്ട് ആ ഉമ്മ പറയാം, എന്നും ചോക്ലേറ്റും സ്ട്രോബെറിയും മാത്രം മണക്കലെന്ന്. ആ ഉമ്മക്കറിയില്ല, അമ്മാൻ്റെ വിചാരം എന്താ, കുട്ടി ചോക്ലേറ്റും സ്ട്രോബെറിയും തിന്ന് വരുന്നതാന്നാ. പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മണവും ഫ്ലേവറും ഒന്നും ഉള്ള ഡ്രഗ്സ് അല്ല ഇന്നുള്ളത്. ഇപ്പം കാലത്തിനനുസരിച്ചുള്ള സീസണലായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറിലുള്ള ഫ്രാഗ്രൻസിലുള്ള ഡ്രഗ്സ് അവൈലബിളാണ്. ചോക്ലേറ്റിൻ്റെ, സ്ട്രോബെറിയുടെ, മാങ്ങേൻ്റെ, പൈനാപ്പിളിൻ്റെ, ഇതിൻ്റെയൊക്കെ മണത്തിലും ഫ്രാഗ്രൻസിലും ഫ്ലേവറിലും ഒക്കെയുള്ള ഡ്രഗ്സാണ് ഇന്ന് മക്കൾ ഉപയോഗിക്കുന്നത്. നമ്മളത് മണത്തിട്ട് പാവൻ്റെ കുട്ടി മാങ്ങ തിന്ന് വന്നതാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. ആട്ടം നോക്കണ്ട, ഇപ്പോഴത്തെ ഡ്രഗ്സിനൊന്നും ആടൂല്ല. കണ്ണ് ചുമപ്പ് നോക്കണ്ട, ഡ്രഗ്സിനൊന്നും ചുമക്കുന്ന കളറും ഉണ്ടാവില്ല. വിത്തൗട്ട് സിംറ്റംസ്, ഒരു സിംറ്റംസും ഇല്ലാതെ, ഒരു ലക്ഷണങ്ങളും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ ഡ്രഗ്സ് ഉള്ളത്. ഒരു ഉമ്മ കൊണ്ടുവന്നത്, കുട്ടിൻ്റെ മേല് മുഴുവൻ കൊതുകടിച്ച് മുറിവാണല്ലോ. നിർത്തണോ? വേണ്ടേ, എനിക്ക് പോണട്ടെ, ഇടക്കര എൻ്റെ വരാ. അപ്പോൾ കുട്ടിൻ്റെ മേല് മുഴുവന് കൊതുകടിച്ചിട്ട് മുറിവാവാണ് എന്ന്. എന്നാ ഒന്ന് പരിശോധിക്കണമല്ലോ എന്ന് എനിക്കും തോന്നി. എന്ത് മരുന്ന് കൊടുത്തിട്ടാണ് ഈ കൊതുകിനെ തുരുത്താൻ പറ്റുമെന്നൊന്ന് അറിയണമല്ലോ. കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞ് നോക്കുമ്പോൾ ഇവൻ എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ മേത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് വരണേ. സ്കൂളിൽ ഒരു പ്രത്യേക തരം കൊതുകുണ്ട് പോലും. ആ കൊതുകടിച്ചിട്ട് മുറിവാക്കി സ്റ്റിക്കർ ഒട്ടിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവർ, ആ സ്റ്റിക്കർ ഒന്ന് പൊളിച്ചു നോക്കാനുള്ള ബുദ്ധി പോലെ അമ്മക്ക് തോന്നിയില്ല. അത്രയേറെ വിശ്വാസം അമ്മക്ക് നമ്മളെ കുട്ടികളെ, അത്രയേറെ വിശ്വാസമാണ്, അല്ലെങ്കിൽ അത്രയേറെ വിവരമില്ലായ്മയാണ് നമുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുട്ടി സ്കൂളിൽ പോയി ചെയ്യുന്നത് എന്താ? ശരീരത്തിൽ മുറിവുണ്ടാക്കുക, ബ്ലേഡ് വെച്ചിട്ട് സ്കിന്ന് കട്ട് ചെയ്യും, മസിൽ കട്ട് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ സിന്തറ്റിക് ഡ്രഗ്സ് ഇട്ട് കൊടുക്കും, പൗഡേർഡ് ഫോമിലുള്ള ഡ്രഗ്സ് ഇട്ട് കൊടുക്കും, അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കും. ഓനും കാണുന്നത് ഈ സ്വർഗ. ഏത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൂൾ ഉപയോഗിച്ചപ്പം കണ്ട സ്വർഗല്ലേ? കുറച്ച് നേരം മാത്രമുള്ള സ്വർഗം. അത് കഴിഞ്ഞാൽ കാണാൻ പോകുന്നൊരു നരകമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. അതിന് നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. എത്ര കഷ്ടപ്പാടുണ്ടല്ലേ ആ സ്വർഗത്തിന് വേണ്ടി. നമ്മളെത്ര നയിക്കുന്നുണ്ട്, നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ആ സ്വർഗത്തിന് വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കി, ഈ പെയ്യുന്ന മഴയത്തും ഏത് തണുപ്പത്തും പുതച്ചു മൂടി AC ഇട്ട് കിടന്നുറങ്ങുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുക. ആ ബാങ്ക് വിളി കേൾക്കുമ്പോഴത്തേന് AC ഓഫ് ചെയ്ത് പുതപ്പ് മാറ്റി ഉളുവെടുത്ത് പള്ളിയിലേക്ക് പോവാണമെങ്കിൽ അതെന്തിനാ? അത് സ്വർഗത്തിന് വേണ്ടിയിട്ടാ. ഈ പറഞ്ഞ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാ. പ്രായമായ ഉമ്മാനെയും ഉപ്പാനെയും, പ്രായമായിട്ടുണ്ട്, ബെഡ് റിഡൺ ആണ്, കിടപ്പിലായിട്ടുണ്ട്, അവരെ പരിചരിക്കണമെങ്കിൽ കുറച്ചല്ല പ്രയാസമുള്ളത്.
നമുക്ക് കുറച്ചല്ല പ്രിയപ്പെട്ടവരെ ബുദ്ധിമുട്ടുള്ളത്. പുറത്തിറങ്ങാൻ പറ്റൂല, ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോകാൻ പറ്റൂല, നമ്മൾ ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. ചെറുപ്പകാലങ്ങളിൽ എങ്ങനെയാണോ അവരെന്നെ സംരക്ഷിച്ചത്, അവരെന്നോട് കാരുണ്യം കാണിച്ചത്, അതുപോലെ പടച്ചോനെ നീ അവരോടും കാരുണ്യം ചൊരിയണമേ എന്ന് സദാനേരം പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. ആ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അവരോട് ചെയ്യുന്നത്. ആ സ്നേഹമാണ് നമ്മൾ അവർക്ക് തിരിച്ചു നൽകുന്നത്. ഇതെന്തിനാ? കാലിൻ്റെ അടിയിൽ സ്വർഗം അവിടെ ഉള്ളൂ, നമുക്കറിയാം. വേറെ എവിടുന്ന് ആ സ്വർഗം കിട്ടൂല. കാലിൻ്റെ അടിയിൽ അവിടെ മാത്രമേ പടച്ചോൻ സ്വർഗം സംവിധാനിച്ച് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഉമ്മയും ഉപ്പയും എന്നരികിൽ നിന്നും ഞാൻ അവരെ പരിചരിച്ച് സ്നേഹിച്ച് എന്നിൽ നിന്നും അവർ മരണപ്പെട്ടു പോയാൽ എനിക്കെൻ്റെ റബ്ബ് തരുന്നത് സ്വർഗം. ആ സ്വർഗം കിട്ടാൻ എത്ര പ്രയാസപ്പെടാനും നമ്മൾ തയ്യാറാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ നാട്ടിൽ നടന്നൊരു സംഭവം, ഉമ്മ ചെറിയ മോനെ 40 ദിവസമായപ്പോൾ വാപ്പ മരണപ്പെട്ടു. 5 കുട്ടികളാ, 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. മക്കൾ 5 പേരെയും ആ ഉമ്മ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വളർത്തി വലുതാക്കി. 5 പേരും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വലിയ ഉദ്യോഗസ്ഥരായി മാറി. ഒരു ദിവസം ഉമ്മാക്ക് പ്രായമാണ്. ഉമ്മ വഴുതി വീണ് കാല് രണ്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഉമ്മാൻ ആര് നോക്കും? ഉമ്മാക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ നോക്കണം ഉമ്മാനെ. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. മക്കൾ കൂടിയിരിക്കുകയാണ്, ചർച്ച ചെയ്യാണ്. ഉമ്മാൻ ആര് നോക്കും? നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓരോ മാസം ഓരോ വീട്ടിൽ നിൽക്കട്ടെ ഉമ്മ. അങ്ങനെ ഓരോ മാസം ഓരോ വീട്ടിൽ ഇങ്ങനെ കഴിച്ചു കൂടുക. 28-ാം തീയതി ആകുമ്പോൾ ഉമ്മാൻ്റെ ഡ്രസ്സും മറ്റുമൊക്കെ കീസിൽ മടക്കി വെച്ച് കാത്തിരിക്കും. അടുത്ത മോനെ അല്ലെങ്കിൽ അടുത്ത മോളെ കാത്തിരിക്കും. അടുത്ത ആളുടെ ഊഴം കാത്തിരിക്കും ഉമ്മ. അങ്ങനെ ഒരു ദിവസം മകൻ്റെ വീട്ടിലിരിക്കെ മകളാണ് കൊണ്ടുപോകേണ്ടത്. മകൾ 30-ാം തീയതി വിളിച്ചിട്ട് ആങ്ങളിനോട് പറയാണ്, ഈ മാസം ഞാൻ വരുന്നില്ല കേട്ടോ, എനിക്ക് കുറച്ച് ദിവസത്തെ തിരക്കുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ടുപോവാം. 2 ദിവസത്തെ കാര്യമല്ലേ, 2 ദിവസം ക്ഷമിച്ച്. 2-ാമത്തെ ദിവസം രാത്രി അവൻ വിളിച്ചോളെ, എടീ നാളെ ഈ വരൂലേ ഉമ്മാനെ കൊണ്ടുവരാൻ? ഓൾ പറഞ്ഞു എനിക്കൊരു 4 ദിവസം കൂടെ സാവകാശം വേണം, 4 ദിവസത്തെ പണിയും കൂടെ ഉണ്ടെന്ന്. ഓൻ കുറച്ചൊന്ന് കയർത്ത് പറഞ്ഞു, 4 ദിവസമോ എന്താ അത്, ഉമ്മാനെയും കൊണ്ടു പോയിക്കോ ചേ, അത്രയും ദിവസം നിനക്ക് പറ്റൂല. 4-ാമത്തെ ദിവസം കഴിഞ്ഞു, 5, 6, 7 കഴിഞ്ഞ് 8-ാമത്തെ ദിവസം അവൻ വിളിച്ചു വീണ്ടും പെങ്ങൾ ഫോൺ എടുക്കണില്ല, അളിയനും ഫോൺ എടുക്കണില്ല, മക്കളാരും ഫോൺ എടുക്കണില്ല. മകൻ ചെയ്തത് എന്താണെന്നറിയോ? പൊന്നുമ്മയെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ പെറ്റുമ്മയെ കട്ടിലോടെ എടുത്ത് പെങ്ങളുടെ വീടിൻ്റെ വാതിലരികിൽ കൊണ്ടുപോയി വെക്കുക. പെങ്ങളുടെ വീടിൻ്റെ വാതിലരികിൽ കൊണ്ടുപോയി വെക്കുകയാണ് പെറ്റുമ്മനെ. നാട്ടുകാരൊക്കെ കൂടി, അയൽവക്കക്കാരെല്ലാവരും കൂടിയാണ്. അവസാനം സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകൾ കൂടി. SI വന്നു. ഉമ്മാനെ കൊണ്ടുപോകാൻ ആരുമില്ല, ഉമ്മാനെ പരിചരിക്കാൻ ആരുമില്ല, ആരും തയ്യാറല്ല. ആരുടെയും ഊഴത്തിയിട്ടില്ലല്ലോ, അപ്പോൾ കൊണ്ടുപോകാൻ പാടില്ലല്ലോ, നമ്മൾ ഊഴത്തണ്ടേ. അവസാനം SI പറയാണ്, അമുസ്ലിം ആയിരുന്ന ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്ന ആ SI പറയാണ്, ഞാൻ കൊണ്ടുപോയിക്കോളാം ഉമ്മാനെ. അങ്ങനെ അദ്ദേഹം കൊണ്ടുപോയി. അദ്ദേഹം ഒരാഴ്ചയും കൂടെ അദ്ദേഹത്തിന് ഉമ്മാനെ നോക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉമ്മ മരണപ്പെടുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ നടക്കുമെന്നില്ലേ? പ്രിയപ്പെട്ടവരെ, വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു കഥയാണിത്. വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ച ഒരു കഥയാണിത്, സംഭവമാണ്. ഇതാണ് പ്രസവിച്ച് പെറ്റ് പോറ്റി ഉമ്മമാരെ ഇങ്ങനെ ചെയ്യുന്ന മക്കളുണ്ട് എങ്കിൽ നമ്മളെ ചിന്ത പോലും ആ ദുഷ്ടതയിലേക്ക് പോവാതെ, ഒരു നിമിഷം പോലും അത്തരം ദുഷ്ടതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ആ ഉമ്മാനെയും വാപ്പാനെയും പരിചരിക്കുന്നത്, പോറ്റുന്നത്, സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അവരെ സംരക്ഷിക്കുന്നത് എന്തിനാ? ഈ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയിട്ടാ. അയൽപക്കക്കാരെ നമ്മൾ സ്നേഹിക്കുന്നത്, ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പല മേഖലകളിലും ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതൊക്കെ ഈ പറഞ്ഞ സ്വർഗത്തിനാ. അപ്പോൾ 6-ാം ക്ലാസ്സുകാരൻ പറയുന്നത് ചുണ്ടിൻ്റെ താഴെ വെച്ചാൽ സ്വർഗം കിട്ടുമെന്ന്. കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം പ്രിയപ്പെട്ടവരെ, ഏതാണ് യഥാർത്ഥ സ്വർഗം, എന്താണ് യഥാർത്ഥ സ്വർഗം. അതിന് മക്കളുടെ സമാധാനക്കൂടായി മാറണം. പുറത്ത് ഇത്തരം ഇസങ്ങളാ, ലിബറലിസമാണ്. പുറത്ത് ലിബറലിസമാണ് ഉള്ളത്, റെയിൻബോ തിയറിയാണ് ഉള്ളത്, ലെസ്ബിയനിസവും ഗേയിസവും ഹോമോസെക്ഷാലിറ്റിയും ബൈസെക്ഷാലിറ്റിയുമാണ് ഉള്ളത്, ലിവിങ് ടുഗദറും ഡേറ്റിങ്ങും കൊഹിബിഷനും മാനോസ്ഫിയറും ഇൻസെലുമാണ് ഉള്ളത്. ഇതൊക്കെ കൂടെ സ്പെല്ലിങ് തെറ്റാതെ എഴുതണമെങ്കിൽ തന്നെ നമുക്കൊരു 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. നമ്മളെ കുട്ടികളോട് പോയി ചോദിച്ചു നോക്കി, ഇതിനൊക്കെ കുറിച്ച് അവർ നമുക്ക് എസ്സേ എഴുതി തരും. കാരണം അവർ കേൾക്കുന്നത് ഇതാ, ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണുമായി ജീവിക്കാം. നമ്മൾ പെൺകുട്ടിനെ പെറ്റു, ആ പെൺകുട്ടിക്ക് നാളെ ആൺകുട്ടി ആവണം തോന്നാം, ആൺകുട്ടിയാവാം. നമ്മൾ ആൺകുട്ടിനെ പ്രസവിച്ചു, ആ കുട്ടിക്ക് നാളെ പെൺകുട്ടി ആവണം തോന്നാണെങ്കിൽ ഓനാവാം എന്നാണ്. അതിനെയൊക്കെ ചെറുത്ത് നിൽക്കണമെങ്കിൽ, അതിനെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം വേണം.
അതിനാണ് ഇത്തരം സംഘടനകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. കാലിനടിയിലെ മണ്ണിങ്ങനെ ഒഴുകിപ്പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ആ മണ്ണിനെ ഒഴുകിപ്പോവാൻ അനുവദിക്കാതെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഇത്തരം ഇസങ്ങളെ, ഇത്തരം ടോക്സിക് ചിന്തകളെ നമ്മൾ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന തിയറികളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. മെഡിക്കൽ സയൻസ് പ്രകാരം അതൊരു പ്രൂവൺ അല്ല, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു കുട്ടി പെണ്ണോ ആണോ ആയി മാത്രമേ ജനിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയായി മാറാനോ ആൺകുട്ടിക്ക് പെൺകുട്ടിയായി മാറാനുള്ള ഓപ്ഷൻ ഇല്ല, ബയോളജിക്കലി ഇല്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും എൻ്റെ കയ്യിലെ സെല്ലുകൾ ഈ മൈക്കിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് ഞാൻ പെണ്ണാണോ ആണാണോ എന്നത് വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ എങ്ങനെ ആണായി മാറാൻ പറ്റുക? ഞാൻ ആണാണെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് അംഗീകരിക്കുക എന്നാണ് പുതിയ നിയമം. അത് നിങ്ങളങ്ങോട്ട് അംഗീകരിച്ച് തരിക എന്നാണ് പുതിയ നിയമം. അതിൻ്റെ രസം ആസ്വദിച്ചുകൊണ്ട് അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ട് നമ്മളെ മക്കൾ പോകുന്നതിൻ്റെ മുൻപേ അവരെ പിടിച്ച് വലിക്കാൻ അതിനേക്കാൾ ശക്തിയുള്ള കാന്തശക്തി നമ്മുടെ വീട്ടിലുണ്ടാകണം. എങ്ങനെ വീട്ടിലുണ്ടാക്കുക? ഉമ്മയും വാപ്പയും നല്ല സ്നേഹമുള്ളവരാകുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഉമ്മയും വാപ്പയും ഏറ്റവും സ്നേഹമുള്ളവരാവുക. ഏറെ കുട്ടികളെ കൗൺസിൽ ചെയ്യുന്നൊരു ഡോക്ടറാണ് ഞാൻ. ഈ മക്കളുടെയൊക്കെ പ്രശ്നങ്ങളുടെ പേരിരിക്കുന്നത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പ്രശ്നത്തിലിരിക്കും. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പ്രശ്നമാണ് കാരണം കല്യാണം വേണ്ടാന്ന് കുട്ടികൾ അങ്ങോട്ട് തീരുമാനിക്കും. ഉമ്മയും വാപ്പയും നിരന്തരം കലഹിക്കുന്നവരാണ് എങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ക്ലിനിക്കിൽ വന്നിരുന്നു ഉമ്മാനെയും വാപ്പാനെയും കൊണ്ട്. എന്തിനാണെന്നറിയോ? പൊന്നു ഡോക്ടറെ ഇവരെ നിങ്ങൾ പിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. ആദ്യത്തെ കേസാ. ഉമ്മാനെയും വാപ്പാനെ പിരിച്ചു തരുമോന്ന് സാധാരണ വരാറ് ഇവരൊന്ന് ചേർത്ത് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാ. ആദ്യത്തെ സംഭവമായിരുന്നു അവരെ പിരിച്ചു തരുമോന്ന്. അവസാനത്തേതുമായിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം മക്കൾ പുതിയ ചിന്തയുള്ള കുട്ടികളാ, ഡിജിറ്റലി ലിറ്ററേറ്റഡ് ആണ്. ആൽഫ ജനറേഷനിലെയും 2025 ശേഷം വരുന്ന ബീറ്റ ജനറേഷനിലേക്ക് മക്കൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കലഹിക്കാനും ബഹളം വെക്കാനും പുന്നായ്മക്കും കുയിന്തിനൊക്കെ നിന്നാലേ കുട്ടികൾ ഓല രസം തേടിപ്പോവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ വിവാഹം എന്ന് പറയുന്നത്? അടിമത്തമാണോ? ഭാര്യയും ഭർത്താവുമാണോ? അല്ല. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും എടുത്തു നോക്കൂ. ബൈബിളിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു അവൻ കുടിയിരിക്കുന്ന ചർച്ചിനെ സ്നേഹിക്കുന്നത് പോലെ ഇണകൾ പരസ്പരം സ്നേഹിക്കുമാറാവട്ടെ. ഹിന്ദുയിസത്തിൽ പറയുന്നുണ്ട് ലക്ഷ്മി ദേവി ശ്രീകൃഷ്ണന് കുടിക്കാൻ തിളച്ച പാല് കൊടുക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഉരുകിയില്ലാതെയാവുക. ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവളാണ് രാധ. രാധയും അവിടെ ഉരുകിയില്ലാതെയാവുന്നുണ്ട്. അവരുടെ സ്നേഹത്തെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്, അവിടെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താ? നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ആ സ്നേഹമാണ്, ആ ഇണക്കാണ്, ആ സംതൃപ്തിയും ആ സമാധാനവുമാണ് മക്കൾ കാണേണ്ടത്. അതുകൊണ്ടല്ലേ പ്രവാചകർ പറഞ്ഞത് നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക. അസലായില്ലേ? എന്നാൽ ഇല്ലേ, ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇത്തിരി പ്രായമായ ഒരു ഉപ്പ ചോദിച്ചതാ, അല്ല മോളെ തന്നെ പോലെ പോകുന്ന മക്കളെ മുമ്പെന്നാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കണത് എന്ന്. പുരയിൽ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ അതിലേക്കാൾ വലിയ വാരിക്കൊടുക്കൽ ഒരു പുറത്ത് കാണുന്നുണ്ട്. അതല്ലേ പ്രശ്നം? അതിനേക്കാൾ വലിയ സ്നേഹപ്രകടനങ്ങൾ പുറത്ത് കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ കെട്ടിപ്പിടിച്ച് മക്കൾക്ക് ഉമ്മ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഹോൾസെയിലായിട്ട് പുറത്ത് കിട്ടാണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിൽ ഒരു ശാസ്ത്രവും വികസിക്കുന്നതിൻ്റെ മുമ്പേ തികച്ചും ഇല്ലിറ്ററേറ്റഡ് ആയിരുന്ന ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. അതിനാ ഇഷ്ടം ഉണ്ടാവണം, ആ സ്നേഹം ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവുക? പരസ്പരം സ്നേഹിക്കാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവൂലേ? എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും കല്യാണം കഴിച്ചാൽ നമുക്കൊന്ന് നോക്കാം എന്താണ് ആ കാരണം എന്ന്. എല്ലാവരും കുറച്ച് നേരം ഒന്ന് കണ്ണടക്കുവോ? കള്ളപ്പിസ്ക് എടുക്കരുതിട്ടാ, മുറുക്കി അടക്കണം, മെല്ലെ അടച്ചിന്നെ നോക്കരുതേ. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ണടച്ചിട്ടുണ്ട്. ഈ കണ്ണടച്ച ആളുകളിലെ കല്യാണം കഴിഞ്ഞവരായിരിക്കും കൂടുതൽ പേരും. വിവാഹിതരായ ഓരോ മനുഷ്യരും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇണയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവളുടെ മുഖം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അയലോക്കത്തെ താരം കയറി വരരുതേ. സ്വന്തം ഭാര്യയെ, സ്വന്തം ഭർത്താവിനെ മാത്രം മനസ്സിലേക്ക് ആലോചിക്കാം. എന്തുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു? ഞാൻ അവളെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ അയാളെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ എൻ്റെ ഇണയെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ഒരു 5 കാരണങ്ങൾ നിങ്ങൾ ആലോചിച്ചാണേ. ഉറങ്ങിയോ? ഒരു 5 കാരണം എല്ലാവരും മനസ്സിൽ ആലോചിക്കുക. 1, 2,
3, 4, 5. കുറേ നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ എല്ലാവരും കണ്ണു തുറന്നോളേ. പലരുടെയും മുഖഭാവം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കണമായിരുന്നു അത്, അല്ലേ? ഭാര്യയുടെ ഭർത്താവിൻ്റെ മുഖം മനസ്സിലിങ്ങനെ വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരുടെയും മുഖത്തുണ്ടായ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് സൂം ചെയ്ത് വീഡിയോ എടുക്കണമായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക്. കാരണങ്ങൾ കിട്ടി. 5 കാരണം കിട്ടിയോ? 5 കാരണം കിട്ടിയില്ല. പുഴക്കാട്ടിരിക്കാരെ 5 കാരണമില്ലേ മൂപ്പർക്ക്? മൂപ്പരെ സ്നേഹിക്കാൻ 5 കാരണങ്ങളില്ലേ? ഓളെ സ്നേഹിക്കാൻ 5 കാരണങ്ങളില്ലേ? ഉണ്ടാവും. 5 അല്ല, അതിൽ കൂടുതൽ കാരണങ്ങളുണ്ട്. ഇനി ഇസ്ലാം പറയണത് എന്താണെന്നറിയോ? ദീന് പറയണത് എന്താണെന്നറിയോ? ഒരു കാരണവും ഇല്ലെങ്കിലും ഇനി ഓളെ സ്നേഹിക്കാൻ, ഓനെ സ്നേഹിക്കാൻ ഒരു കാരണവും ഇല്ല, ഓൾക്കൊരു നന്മയില്ല എന്ന് വിചാരിച്ചോളി. പക്ഷെ ഒന്നെങ്കിലും ഒക്കെ ഉണ്ടാവും, ഒരു നന്മയെങ്കിലും അവൾക്കുണ്ടാവും. നിങ്ങൾ നോക്കുന്നത് മുഴുവൻ തിന്മയാണ് എങ്കിൽ ഒരു നന്മയെങ്കിലും അവനോ അവൾക്കോ ഉണ്ടെങ്കിൽ, പുരുഷന്മാരോടാ പറയണത് കേട്ടോ, അവൾക്കുണ്ട് എങ്കിൽ ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക. ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്നാണ് ദീന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ സ്നേഹിക്കപ്പെടാനുള്ള കാരണങ്ങൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ, എന്തൊക്കെയാണ് ആ കാരണങ്ങളെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ആ കാരണങ്ങളെ നമ്മൾ കുറച്ചും കൂടി നന്നാക്കണം. ക്ഷമയുണ്ടാവണം, പരസ്പരം മനസ്സിലാക്കലുണ്ടാവണം. ഇതൊരു മത്സരം പോലെ അല്ലേ? ആര് ജയിക്കും? ഞാൻ ജയിക്കോ? മൂപ്പര് ജയിക്കോ? പ്രിയപ്പെട്ടവരെ, മത്സരമൊന്നും അല്ല ഇത്. നമ്മൾ പുറൻ്റെ ഉള്ളിൽ മത്സരിച്ചാലേ, ഞാൻ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ മൂപ്പര് നൗഷാദക്ക ജയിക്കാൻ മത്സരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ 3 പേരാണ് തോറ്റു പോകുന്നത്. ഞങ്ങളുടെ മക്കൾ 3 പേരുമാണ് അവിടെ തോറ്റു പോകുന്നതെന്ന ചിന്തയാണ് നമുക്കുള്ളിൽ ഉണ്ടാവേണ്ടത്. ആർക്കും ജയിക്കണ്ട, ആർക്കും തോൽക്കണ്ട, ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. നമ്മുടെ ലെമൺ സ്പൂൺ ഗെയിം ഇല്ലേ, അതുപോലെയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ലെമൺ സ്പൂൺ ഗെയിം, നാരങ്ങ സ്പൂൺ ഗെയിമില്ലേ? ആരാ ജയിക്കുക? ആരാ ജയിക്കുന്നത്? ആദ്യം ഓടിയെത്തുന്ന ആളാണോ ജയിക്കുന്നത്? അല്ല, ഓടിയെത്തല്ല അവിടെ വേണ്ടത്. ഓടിയെത്തുമ്പോഴും ചുണ്ടിലുള്ള സ്പൂണിലെ നാരങ്ങ അതുപോലെ ബാലൻസ് ചെയ്ത് അവിടെ എത്തണം. അതൊരു ബാലൻസ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ ഗെയിം പോലെ, ആ കളി പോലെയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. കുറച്ച് പ്രയാസം, പ്രശ്നമൊക്കെ ഉണ്ടാവും. സ്മൂത്തായിട്ട് പോകുന്ന റബ്ബറൈസ്ഡ് റോഡൊന്നുമല്ല, ഗട്ടറൊക്കെ ഉണ്ടാവും, വളവും തിരിവൊക്കെ ഉണ്ടാവും. അതൊക്കെ പതുക്കെ ഒടിച്ച്, ഗട്ടറിലൊക്കെ പതുക്കെ ചാടി ഇറങ്ങി, എല്ലാത്തിനെയും സഹിച്ച് ക്ഷമിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവളാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഞങ്ങളുടെ അമാനത്താണ് ഈ മക്കളെന്ന ചിന്തയിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. പൊട്ടിത്തെറിക്കുമ്പോൾ ആലോചിക്കുക, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്ന്. അസ്സബ്റു ശത്രുൽ ഈമാൻ. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. മുൻകോപമല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. പരസ്പരം മുൻകോപമാണ്, എടുത്ത് ചാടാണ്. എന്തെങ്കിലും വരുമ്പോഴത്തേന് ദേഷ്യമാണ് മുന്നിലേക്ക് വരിക. ദേഷ്യം വരുമ്പോഴേ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നങ്ങോട്ട് ചൊല്ലുക. അള്ളാഹിൻ്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണാധികാരിയായിരുന്നു, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു, ഭർത്താവായിരുന്നു, വാപ്പയായിരുന്നു, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന ഒരാളായിരുന്നു, അഷ്റഫുൽ ഖൽഖായിരുന്നു. എന്നിട്ട് പോലും ദേഷ്യം പിടിച്ചവനായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ദേഷ്യം പിടിച്ചിട്ടില്ലല്ലോ. എന്നിട്ടാണോ നമ്മളൊന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന്, അടുക്കളയിൽ 4 പാത്രം കഴുകി വെക്കുമ്പോഴത്തേന്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേന്, പുറത്തിറങ്ങി ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേന് ഒന്നും സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നമുക്ക് ആ കുടുംബം പോറ്റാനുള്ള അവകാശം ഇല്ല എന്നർത്ഥം. ക്ഷമയാണ് അവിടെ വേണ്ടത്. ക്ഷമയെ നെറുകയിൽ കൊണ്ട് നടക്കുക, ക്ഷമയെ ഇങ്ങനെ ഹൃദയത്തിൽ കൊത്തിവെക്കുക. എന്തുണ്ടാവുമ്പോഴും അക്ഷമനാകത്തക്ക രൂപത്തിൽ വീട്ടിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴും, എന്ത് അസ്വസ്ഥതകൾ ഉണ്ടാവുമ്പോഴും 2 വട്ടം ചിന്തിക്കുക, ഞാനിവിടെ ഈ രൂപത്തിൽ പെരുമാറേണ്ടതില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിശാചിനെ അകറ്റി കളയുക. അവിടെ പ്രശ്നമാണ് സോൾവ് ആവുന്നത്. ബോംബ് പൊട്ടുന്നതിനേക്കാൾ ആഘാതമുള്ള ഒരു പ്രശ്നമാണ് അവിടെ സോൾവ് ആകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ ഓടിപ്പോവും ലിവിങ് ടുഗദറിൻ്റെ പിറകെ, നമ്മുടെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഉമ്മയും വാപ്പയും പിണങ്ങി കിടന്നുറങ്ങുക, രണ്ടാളും 2 റൂമിൽ. രാവിലെ 7 മണിയായിട്ട് വാപ്പ എണീറ്റിട്ടില്ല, വാപ്പ വേറെ റൂമിലാണല്ലോ, തെറ്റിപ്പോയി കിടന്നുറങ്ങിയതല്ലേ. ഉമ്മ എഴുന്നേറ്റ് നാസ്തയൊക്കെ ഉണ്ടാക്കുക. ഗൾഫിലുള്ള മകൾ ഫോൺ ചെയ്തു ഉമ്മാനെ, വാപ്പ എവിടെയെന്ന് ചോദിച്ചു. എൻ്റെ വാപ്പ നീച്ചിട്ടില്ല എന്നും പറഞ്ഞു. മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉപ്പാനെ ഉണർത്താൻ പോയി. പേര് വിളിച്ചു, അനങ്ങുന്നില്ല. തട്ടി നോക്കി, ഒരു മാറ്റവും ഇല്ല. തള്ളിയിട്ട് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ പാതിയടഞ്ഞ കണ്ണുകളും വായയുമായി മൂപ്പരി ഇഹലോകം വെടിഞ്ഞിട്ടുണ്ട്. 9 മണിക്കൂറുകൾക്ക് മുമ്പേ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീ എവിടെ കൊണ്ടുപോയി കളയും ആ ദുഃഖം?
ആ കുറ്റബോധം എന്ന് തീരും? കഴിഞ്ഞ 5 വർഷങ്ങളായി എന്നും എൻ്റെ പേഷ്യൻ്റാണ് അവർ സൈക്കോളജിക്കൽ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൈക്കോ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് രക്ഷയില്ല, കുറ്റബോധം മനസ്സിന്ന് പോകുന്നില്ല. എന്തിനാ പിണക്കം? ആലോചിച്ച് നോക്കി, എന്തിൻ്റെ പേരിലാണ് പിണക്കം? ഫാൻ ഇട്ടു, ലൈറ്റ് ഇട്ടു, കറിയിൽ ഉപ്പേറി, അല്ലേ മുക്കുമൂലെ അടിച്ചില്ല, ഉറുമ്പിനെ കണ്ടു, പല്ലിനെ കണ്ടു, കുട്ടി തോറ്റു. ഇതിനൊക്കെയാണ് പരസ്പരം പിണക്കം. ആര് തമ്മിൽ? വസ്ത്രത്തിനോട് ഉപമിച്ചോരേ. വസ്ത്രത്തിനോടാ ഇസ്ലാമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിക്കാഹ് എന്ന പദത്തിന് അർത്ഥം എന്താ? മണ്ണിലേക്ക് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളി എന്നാണ്. വെള്ളത്തുള്ളി ഉറ്റി വീണ പിന്നെ മണ്ണിന്ന് വേർപിരിച്ചെടുക്കാൻ പറ്റൂല. അത്രയേറെ ഇഴുകി ചേരേണ്ടവരാണ് ഉമ്മയും ഉപ്പയും ഭാര്യ ഭർത്താക്കന്മാർ. ഇവരാ പരസ്പരം പിണങ്ങുന്നത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷവും സമാധാനവും തോന്നിയ ഒരു ദിവസം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അനുഭവം. ആ അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ. ഒരിക്കലും ക്ലിനിക്കിലെ പറയണ്ടേ, ഒരിക്കലും ക്ലിനിക്കിലെ പ്രായമായ ഒരു ഉമ്മയും വാപ്പയും വരിക. 80 വയസ്സായ വല്ലിപ്പ, 75 വയസ്സായ വല്ലിമ്മ. ഇവർ രണ്ടുപേരും വന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, തമ്പുരാനെ ഇത്രയും പ്രായമായ വല്ലിമാനെ വല്ലിപ്പാനെ എന്തിനാ ക്ലിനിക്കിലേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവരണേന്ന്. പ്രശ്നം കുറച്ച് ഗൗരവം നിറഞ്ഞതാ. എന്താ പ്രശ്നം എന്നറിയോ? ഉമ്മാക്ക് ഉറങ്ങാൻ ഫാന് വേണം, വല്ലിപ്പാക്ക് ഉറങ്ങാൻ ഫാന് വേണ്ട. കുടുങ്ങിയില്ലേ? വല്ലിമാക്ക് ഉറങ്ങാൻ ഫാന് വേണം, വല്ലിപ്പാക്ക് ഉറങ്ങാൻ ഫാന് വേണ്ടാന്ന്. പക്ഷെ കാര്യം നിസ്സാരാണല്ലേ. മൂത്ത മോൻ ഇടപെട്ട് തീരുമാനമാക്കി കൊടുത്തു. എന്താണ്? ഉമ്മ ഒരു റൂമിൽ കിടക്കട്ടെ, വാപ്പ വേറെ റൂമിലും കിടക്കട്ടെ. ഉമ്മാക്ക് നമുക്ക് ഫാൻ ഇട്ട് കൊടുക്കാം, വാപ്പാക്ക് ഫാൻ ഇടണ്ട. അത്രയല്ലേ ഉള്ളൂ. പ്രശ്നം സോൾവ് ആയില്ലേ? പക്ഷെ പ്രശ്നം അവിടെ തീർന്നില്ല. ഉമ്മയെ വാപ്പയെ 2 റൂമിൽ കിടക്കൂല. ഓര് പറഞ്ഞു ഞങ്ങൾ 2 റൂമിൽ കിടക്കൂല എന്ന്. അപ്പോൾ ചെറിയ മോൻ ഇടപെട്ടു. ആയിക്കോട്ടെ, എന്നാൽ 2 റൂമിൽ കിടക്കണ്ട, 2 കട്ടിലുമ്മ കിടന്നോട്ടെ. വാപ്പ ഒരു മൂലയിലും വല്യം ഒരു മൂലയിലും. വാപ്പാൻ്റെ നേരെ നമുക്ക് ഫാൻ കൊടുക്കണ്ട, ഉമ്മാൻ്റെ നേരെ ഫാൻ ഇട്ട് കൊടുക്കാം. ഉമ്മക്കല്ല ഫാൻ വേണ്ടത്, ഉമ്മ ഫാൻ ഇട്ട് കിടക്കട്ടെ, ഉമ്മാൻ്റെ നേർക്ക് ഫാൻ തിരിച്ചു വെക്കാം. പ്രശ്നം തീർന്നില്ല. ഉമ്മയും വാപ്പയും 2 കട്ടിൽമേലും കിടക്കൂല. ഉമ്മയും വാപ്പയും 2 കട്ടിൽമേലും കിടക്കൂല എന്ന്. അപ്പോൾ ചെറിയ പേരക്കുട്ടി ഇടപെട്ടു. ആയിക്കോട്ടെ, 2 ബെഡ്റൂമിലും കിടക്കണ്ട, 2 കട്ടിൽമേലും കിടക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് നീങ്ങി കിടക്കാൻ പറ്റുമോ എന്ന്. രണ്ടാളും കുറച്ച് നീങ്ങി കിടന്നോട്ടെ. ഉമ്മാൻ്റെ സൈഡിലേക്ക് നമുക്ക് ഫാന് തിരിച്ചു കൊടുക്കാം, പാപ്പാൻ്റെ സൈഡിലേക്ക് ഫാന് തിരിക്കേണ്ട. പ്രശ്നം വീണ്ടും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് ക്ലിനിക്കിലെത്തിയത്. ഇവർ രണ്ടാളും നീങ്ങിയും കിടക്കൂലല്ലോ. 85 വയസ്സായ വല്ലിപ്പയുടെയും 75 വയസ്സായ വല്ലിമ്മയുടെയും സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. അതാ നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് സ്നേഹത്തിൻ്റെ ഉദാഹരണം. ഇത് പ്രായം കൂടുന്തോറും ഇങ്ങനെ തൊട്ടുകൂടായികയും തീണ്ടിക്കൂടായികയും കണ്ടുകൂടായികയുള്ള മനുഷ്യന്മാരായി മാറേണ്ടവരല്ല. സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ആഴം കൂടിക്കൂടി വരണം. അതാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ മവദ്ദത്ത് എന്നാണ് പറയുന്നത്. റഹ്മത്തും മവദ്ദത്തുൻ, കാരുണ്യവും പ്രേമവുമാണ് അവിടെ ഉണ്ടാവേണ്ടത്. ആ പ്രേമം കുറച്ച് കഴിയുമ്പോൾ കാരുണ്യമായി മാറും. ആ കാരുണ്യവും പ്രേമവുമാണ് ഉള്ളിൽ ഉണ്ടാവേണ്ടത്. തീർന്നിട്ട് ഓള് പോയല്ലോ, മൂപ്പര് പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നതിൻ്റെ മുമ്പേ ജീവിച്ചിരിപ്പിക്കുമ്പോൾ പറയുക ഐ ലവ് യു എന്ന്. എനിക്ക് നിങ്ങളെ ഇഷ്ടാട്ടോ എന്ന് പറയാം, എനിക്കെന്നെ ഇഷ്ടാട്ടോടി എന്ന് പറയാം. തുറന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുക പ്രിയപ്പെട്ടവരെ. തീർന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കൺകുളിർമയേകുന്ന, കണ്ണിന് കുളിരേകുന്ന ഇണകളും മക്കളുമാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ. നമ്മളെ മുൻപിലുള്ള ചതിക്കുഴികളാണ്, മുൻപിൽ കാണുന്നതെല്ലാം ചതിക്കുഴികളാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ അവർ ദൂരങ്ങളിലും പോയി വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട്. ചൈനയിലും പോയി വിദ്യ അഭ്യസിക്കണമേ എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മക്കൾ ഭൂമിയുടെ ഏതറ്റത്തും പോയി പഠിക്കട്ടെ, പക്ഷേ ആ പട്ടത്തിൻ്റെ ഒരറ്റം നമ്മുടെ കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട്. അവർക്ക് അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്. വി ഹാവ് അവർ ഓൺ ഐഡിയോളജി, അവർ ഓൺ ഐഡൻറ്റിറ്റി. അതെവിടെ ചെന്നാലും നമ്മുടെ നമ്മളുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ ഈ തിയറിയെ കൂട്ടുപിടിക്കാൻ, ചേർത്ത് പിടിക്കുവാൻ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ധൈര്യം പകർന്ന് നൽകുക. കൺകുളിർമയേകുന്ന, എന്നും ഉപകാരപ്പെടുന്ന, ഭൂമിയിൽ അവശേഷിപ്പിച്ച് പോവാൻ സാധിക്കുന്ന സോലിഹായ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ തമ്പുരാൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹൃദയ വിശാലതയോടുകൂടി പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ആ ഇടത്തെ, ആ കൂടിനെ മസ്കനാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.